ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ 4 ബിഹേവിയറൽ സയൻസിൽ വരുന്ന സൈക്കോളജിയാണ്. അപ്പൊ ബിഹേവിയറൽ സയൻസിന്റെ അണ്ടറിൽ DHIC സ്റ്റുഡൻസിന്റെ സിലബസിൽ വരുന്ന രണ്ട് സബ്ജക്ട്സ് ആണ് സോഷ്യോളജി, സൈക്കോളജി, പിന്നെ അഡീഷണൽ ആയിട്ട് മെന്റൽ ഹെൽത്ത്. അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ വെയിറ്റേജ് നോക്കാം. മാർക്ക് വെയിറ്റേജ് വരുന്നത് സോഷ്യോളജി 50 മാർക്സ്, സൈക്കോളജി 40 മാർക്കും, മെന്റൽ ഹെൽത്ത് 10 മാർക്സും ആണ്. സോഷ്യോളജി, സൈക്കോളജി നമുക്ക് തിയറിറ്റിക്കലായിട്ട് എളുപ്പമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് സോഷ്യോളജിയും സൈക്കോളജിയും. മെന്റൽ ഹെൽത്ത് നമുക്ക് കുറച്ചൊരു പോർഷനാണ് പഠിക്കാൻ ഉണ്ടാവുക. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് സൈക്കോളജിയാണ്. 40 മാർക്സ് ആണ് സൈക്കോളജിയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. സൈക്കോളജി നോക്കാം. അപ്പൊ ആദ്യം പറഞ്ഞ പോലെ ബിഹേവിയറൽ സയൻസിന്റെ അണ്ടറിലാണ് നമുക്ക് സോഷ്യോളജിയും സൈക്കോളജിയും ഒക്കെ പഠിക്കാൻ വരുന്നത്. അപ്പോൾ ബിഹേവിയറൽ സയൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ വിച്ച് ഡീൽ വിത്ത് ഹ്യൂമൻ ബിഹേവിയർ ഡയറക്ട്ലി ഓർ എനി സോഷ്യൽ സയൻസ് വിച്ച് ഡീൽ വിത്ത് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഇന്ററാക്ഷൻ. ഹ്യൂമൻ ബിഹേവിയറിന്റെ കുറിച്ച് പഠിക്കുന്ന ഒരു ഡിസിപ്ലിൻ ആയിട്ടാണ് ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്നത്. ബിഹേവിയറൽ സയൻസ് ഹ്യൂമൻ ബിഹേവിയറും ഹ്യൂമൻ ബിഹേവിയേഴ്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻസും കൂടി ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ബിഹേവിയറൽ സയൻസ്. അപ്പൊ അതിൽ വരുന്ന ഒരു ചെറിയ ബ്രാഞ്ചാണ് സൈക്കോളജി. സൈക്കോളജി ഇസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. ബിഹേവിയറിന്റെയും മെന്റൽ പ്രോസസ്സിനെയും കുറിച്ച് സയന്റിഫിക് ആയിട്ട് പഠിക്കണ ഒരു ബ്രാഞ്ചാണ് സൈക്കോളജി. ബേസിക് ആയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് സൈക്കോളജി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണത് സോഷ്യോളജിയാണ്. സോഷ്യോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് ഇന്ററാക്ഷൻസ് ഇൻ ഹിസ് എൻവയോൺമെന്റ്. ഹ്യൂമൻ ബീയിങ്സ് ഒരു സൊസൈറ്റിയിൽ വരുമ്പോൾ എങ്ങനെയാണ് ഹ്യൂമൻ ബിഹേവ് ചെയ്യണത്, അവരുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എന്താണ്, അവരെങ്ങനെയാണ് ഒരു എൻവയോൺമെന്റിൽ വരുമ്പോൾ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യണത് എന്നുള്ള സൊസൈറ്റിയിൽ ഹ്യൂമൻ ബീയിങ്സിനെ ബേസിക് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ആ ബ്രാഞ്ച് സോഷ്യോളജി ആയി മാറുകയാണ്. നെക്സ്റ്റ് ബ്രാഞ്ചാണ് ആന്ത്രോപോളജി. ആന്ത്രോപോളജി നമുക്ക് DHIC പഠിക്കാല്ല, ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റ് ചെയ്തു എന്നുള്ളൂ. അത് ആന്ത്രോപോളജി എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇറ്റ് ഡീൽസ് വിത്ത് ഫിസിക്കൽ, സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ഇവല്യൂഷണറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പീപ്പിൾ എങ്ങനെയാണ് അവരെ അഫക്റ്റ് ചെയ്യണ ഫിസിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മാൻ എങ്ങനെയാണ് ഇവല്യൂഷൻ ചെയ്തിട്ട് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ബ്രാഞ്ചാണ് ആന്ത്രോപോളജി. നെക്സ്റ്റ് സൈക്കാട്രി ആണ്. സൈക്കാട്രി ഡീൽസ് വിത്ത് മെന്റൽ ഇൽനെസ്, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. അത് പ്യുവർലി ഒരു മെഡിക്കൽ ബ്രാഞ്ചാണ് സൈക്കാട്രി. മെന്റൽ ഇൽനെസ്സും അതിന്റെ ഡയഗ്നോസിസും അതിന്റെ ട്രീറ്റ്മെന്റും ഹാൻഡിൽ ചെയ്യണ ബ്രാഞ്ചാണ് സൈക്കാട്രി. അപ്പൊ നമ്മൾ ഈ സ്ലൈഡിൽ നമ്മൾ നോക്കിയത് എന്താണ് ബിഹേവിയറൽ സയൻസ് എന്നാണ്. അതൊരു ഇൻട്രൊഡക്ഷൻ ഏരിയ ആണ്. ബിഹേവിയറൽ സയൻസിന്റെ അണ്ടറിലാണ് നമ്മൾ സൈക്കോളജിയും സോഷ്യോളജിയും വരുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ജസ്റ്റ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഹ്യൂമൻ ബിഹേവിയർ പഠിക്കുന്ന സയന്റിഫിക് സ്റ്റഡിയാണ്. സോഷ്യോളജി ഹ്യൂമൻ ബീങ്സിനെ ഒരു സൊസൈറ്റിയിൽ എടുക്കുമ്പോൾ ഹ്യൂമൻ ബീങ് എങ്ങനെയാണ് ഓരോരുത്തർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യണത്, അവരുടെ ഹ്യൂമൻ റിലേഷൻ ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് നടക്കുന്നത്, സൊസൈറ്റി ബേസിസിൽ പഠിക്കുന്നതാണ് സോഷ്യോളജി. പിന്നെ ആന്ത്രോപോളജി ഫിസിക്കലും കൾച്ചറൽ ഫാക്ടേഴ്സും ഹ്യൂമൻ ബീങ്സിനെ ഡിപ്പെൻഡ് ചെയ്യണതിനുള്ള സ്റ്റഡിയാണ് ആന്ത്രോപോളജി. ഓക്കെ, പിന്നെ സൈക്കാട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെന്റൽ ഇൽനെസ്സും അതിന്റെ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ആണെന്ന് കൂടി മനസ്സിലാക്കാം. നെക്സ്റ്റ് നമുക്ക് സൈക്കോളജിയിലേക്ക് കിടക്കാം. സൈക്കോളജിയിൽ ബേസിസ് ആയിട്ട് സൈക്കോളജി പഠിച്ചു തുടങ്ങുമ്പോൾ അറിയേണ്ടതാണ് ഫാദർ ഓഫ് സൈക്കോളജി. ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്യം വുഡിന്റ് ആണ്. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അതിപ്പോ PSCയിലായാലും അത് DHIC സിലബസിലും ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നതാണ്. അത് രണ്ടും കൺഫ്യൂസ് ആവാതെ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് പഠിച്ചു വെക്കാം. ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ വില്യം വുഡിന്റും ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി സിഗ്മണ്ട് ഫ്രോയിഡും ആണ്. ഓക്കെ, ഫാദർ ഓഫ് സൈക്കോളജി വില്യം വുഡിന്റും ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് പഠിക്കേണ്ടതാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമ്മൾ സൈക്കോളജി എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണെന്നാണ് നോക്കാൻ പോണത്. എറ്റിമോളജിക്കലി ദി വേർഡ് സൈക്കോളജി ഇസ് ഡിറൈവ്ഡ് ഫ്രം 2 ഗ്രീക്ക് വേർഡ്. സൈക്കി മീൻസ് സോൾ, ലോജിയ മീൻസ് സയൻസ്. സൈക്കോളജി എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് 2 ഗ്രീക്ക് വേർഡ്സ് എന്നാണ്. സൈക്കി എന്ന് പറഞ്ഞാൽ സോളും ലോജിയ എന്ന് പറഞ്ഞാൽ സയൻസും ആണ്. അപ്പൊ സൈക്കോളജീനെ സയൻസ് ഓഫ് സോൾ എന്നറിയപ്പെടുന്നു.
അപ്പൊ ഈ ഏരിയ ഒന്ന് മാർക്ക് ചെയ്ത് പഠിക്കേണ്ടതാണ്. നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് സൈക്കോളജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ വന്നാലും സൈക്കോളജിയുടെ ഒരു ഡെഫിനേഷനും അതുപോലെ തന്നെ ഈ എറ്റിമോളജിക്കലി സൈക്കോളജി ഡിറൈവ് ചെയ്തിട്ടുള്ളത് 2 ഗ്രീക്ക് വേർഡിൽ നിന്നാണെന്നും കൂടി നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. അപ്പൊ അതൊരു ഇൻട്രൊഡക്ഷൻ പാരയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം. സൈക്കി, ലോജിയ 2 ഗ്രീക്ക് വേർഡിൽ നിന്നാണ് സൈക്കോളജി എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത്. സൈക്കി എന്ന് പറഞ്ഞാൽ സോളും ലോജിയ എന്ന് പറഞ്ഞാൽ സയൻസും ആണ്. ഓരോ സയന്റിസ്റ്റുകളും സൈക്കോളജീനെ ഓരോരോ രീതിയിലാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ഓരോ സയന്റിസ്റ്റുകളും സൈക്കോളജീനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള രീതി ജസ്റ്റ് ഒന്ന് നോക്കാം. സൈക്കോളജി ആസ് ദി സയൻസ് ഓഫ് സോൾ. സൈക്കോളജി ആസ് ദി സയൻസ് ഓഫ് സോൾ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഫിലോസഫേഴ്സ് ആയിട്ടുള്ള പ്ലാറ്റോ ആൻഡ് അരിസ്റ്റോട്ടിലാണ്. ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിട്ടുള്ള പ്ലാറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ സൈക്കോളജീനെ സയൻസ് ഓഫ് സോൾ, സോളിന്റെ സയൻസ് ആണ് സൈക്കോളജി എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ അവർക്ക് എന്താണ് സോൾ, സോളിന്റെ നേച്ചർ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത കാരണം ആ ഒരു ഡെഫിനേഷൻ റിജക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് സോൾ എന്നുള്ള പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും ഡിഫൈൻ ചെയ്തത് കറക്റ്റ് സോളിന്റെ നേച്ചർ എന്താന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത കാരണം അത് റിജക്ട് ചെയ്യപ്പെട്ടു. The Greek philosophers Plato and Aristotle interpreted psychology as the science of soul and treated it as a branch of philosophy. But the nature of the soul couldn't be defined, and such this aspect was rejected. സോൾ എന്താന്ന് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത കാരണം സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് സോൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് റിജക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. നെക്സ്റ്റ്, കാന്ത് എന്നുള്ള ഫിലോസഫർ സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് മൈൻഡ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. സയൻസ് ഓഫ് മൈൻഡ്. ജർമ്മൻ ഫിലോസഫർ കാന്റ് ഫെയിൽ ടു ഗിവ് ആൻ എക്സാക്ട് ഡെഫിനേഷൻ ഓഫ് നേച്ചർ, ഷേപ്പ് ആൻഡ് ഫോം ഓഫ് മൈൻഡ് ആൻഡ് വേർ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ്. ഹെൻസ് ദിസ് ഡെഫിനേഷൻ ഈസ് ഓൾസോ റിജക്റ്റഡ്. ഈ ഡെഫിനേഷനും റിജക്ട് ചെയ്യപ്പെട്ടൊരു ഡെഫിനേഷനാണ്. കാന്ത് എന്ന ഫിലോസഫർ സൈക്കോളജീനെ സയൻസ് ഓഫ് മൈൻഡ് എന്നാണ് പറയുന്നത്. കറക്റ്റ് ആയിട്ട് മൈൻഡിന്റെ നേച്ചറോ ഷേപ്പോ എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്തേക്കണതെന്നോ പറയാൻ പറ്റാത്ത കാരണം ആ ഡെഫിനേഷനും റിജക്ട് ചെയ്യപ്പെട്ടതാണ്. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഇമ്പോർട്ടന്റ് വരുമ്പോൾ അത് പറയാം. നെക്സ്റ്റ്, സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ്. വില്യം വുഡിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു ഫാദർ ഓഫ് സൈക്കോളജി. ഫാദർ ഓഫ് സൈക്കോളജിയാണ് വില്യം വുഡിന്റും വില്യം ജെയിംസും സൈക്കോളജീനെ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ്, കോൺഷ്യസ് ആയിട്ടുള്ള സമയത്തുള്ള സയൻസ്, ആ ടൈമിലാണ് വില്യം വുഡിന്റും വില്യം ജെയിംസും സൈക്കോളജീനെ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് ഡിഫൈൻ ചെയ്തത്. എന്നാൽ ആ ഡെഫിനേഷനും റിജക്ട് ചെയ്യപ്പെടുകയാണ്. കാരണം കോൺഷ്യസ് ലെവൽ മാത്രമല്ല, സബ് കോൺഷ്യസ് ആയിരിക്കുമ്പോഴും അൺകോൺഷ്യസ് ലെവൽ ഓഫ് മൈൻഡിനും കൂടി കൺസിഡർ ചെയ്യണം എന്ന ബേസിസിൽ ആ ഡെഫിനേഷൻ റിജക്ട് ചെയ്യപ്പെട്ടു. This definition also discarded on the ground that psychology deals not only with the conscious level of mind but also with its subconscious and unconscious level. അത് കാരണം ആ ഡെഫിനേഷനും കൂടി റിജക്ട് ചെയ്യപ്പെട്ടു. നെക്സ്റ്റ് വരുന്നതാണ് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്തിട്ട് ഓർത്ത് വെക്കേണ്ടത്. സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് ബിഹേവിയർ. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സയന്റിഫിക് സ്റ്റഡി, ഹ്യൂമന്റെ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള സയന്റിഫിക് സ്റ്റഡിയാണ് സൈക്കോളജി. ആ ഒരു സയൻസ് ഓഫ് ബിഹേവിയർ ആണ് സൈക്കോളജിന്ന് ഉള്ള കൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്തത് ജെ.ബി. വാട്സൺ ആണ്. ജെ.ബി. വാട്സൺ. ആ നെയിം എന്തായാലും ഓർത്തു വെക്കണം, 1 വേർഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ജെ.ബി. വാട്സൺ ആണ് സൈക്കോളജീനെ സയൻസ് ഓഫ് ബിഹേവിയർ എന്നുള്ള കൺസെപ്റ്റില് കൊണ്ടുവന്നത്. 20th സെഞ്ചുറിയിലെ ജെ.ബി. വാട്സൺ എന്ന ഫിലോസഫർ സൈക്കോളജീനെ സയൻസ് ഓഫ് ബിഹേവിയർ ആണ് സൈക്കോളജിന്ന് ഡിഫൈൻ ചെയ്തു. This term behavior was popularized by J.B. Watson. അപ്പൊ ബിഹേവിയർ എന്നുള്ള ടേമും സൈക്കോളജിയും കൂടി റിലേറ്റ് ചെയ്തിട്ട് പോപ്പുലർ ആക്കിയത് ജെ.ബി. വാട്സൺ എന്ന ഫിലോസഫറാണ്. അപ്പൊ ജെ.ബി. വാട്സൺ നോട്ട് ചെയ്യുക. ജെ.ബി. വാട്സൺ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, അത് നോട്ട് ചെയ്യുക. അത് കാരണം ബിഹേവിയറും സൈക്കോളജിയും തമ്മിലുള്ള റിലേഷൻ കൊണ്ടുവന്നത് ജെ.ബി. വാട്സൺ ആണ്. അങ്ങനെ ബിഹേവിയറിസം വാട്സണിസം എന്നറിയപ്പെടുകയാണ് ഉണ്ടായത്. വാട്സൺ കണ്ടുപിടിച്ച കാരണം വാട്സന്റെ പേരിൽ ബിഹേവിയറിസം അറിയപ്പെട്ടു. ബിഹേവിയറിസം, വാട്സണിസം. അപ്പോൾ സയൻസ് ഓഫ് ബിഹേവിയർ എന്നുള്ള കൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്തത് ജെ.ബി. വാട്സൺ ആണ്.
ബിഹേവിയറിന്റെ സയന്റിഫിക് സ്റ്റഡിയാണ് സൈക്കോളജി. അപ്പോൾ ഈ സ്ലൈഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് പറയേണ്ടത് JB വാട്സന്റെ നെയിമാണ്. ബാക്കി ജസ്റ്റ് ഒന്ന് വായിക്കാം. നെക്സ്റ്റ് സൈക്കോളജിയുടെ ഡെഫിനേഷൻ ആണ്. Psychology is the study of human behavior, how people behave and why they behave the way they do. Or psychology deals with human behavior and human relationships. സൈക്കോളജിയുടെ ഒരു ഡെഫിനേഷൻ എന്തായാലും പഠിച്ചു വെക്കണം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇൻട്രൊഡക്ഷൻ പേര എഴുതാൻ വേണ്ടിയിട്ട് സൈക്കോളജിയുടെ ഡെഫിനേഷൻ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതിലത്തെ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ പഠിക്കുക. സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. എങ്ങനെയാണ് പീപ്പിൾ ബിഹേവ് ചെയ്യണത്, എന്തുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ ബിഹേവ് ചെയ്യണത് എന്നതിന്റെ സ്റ്റഡിയാണ് സൈക്കോളജി. അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറും ഹ്യൂമൻ റിലേഷൻഷിപ്സും സ്റ്റഡി ചെയ്യണതാണ് സൈക്കോളജി എന്നും പറയാം. അപ്പൊ ഈ സ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്ലൈഡാണ്. ഇത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ സ്ലൈഡിൽ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഇപ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക. വാട്ട് ഈസ് സൈക്കോളജി ആൻഡ് വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് സൈക്കോളജി ആസ് എ ഹെൽത്ത് വർക്കർ? അതായിരുന്നു ക്വസ്റ്റ്യൻ. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ സ്ലൈഡ് തന്നെയാണ് അതിന്റെ ആൻസറും. വാട്ട് ഈസ് സൈക്കോളജി ആൻഡ് വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് സൈക്കോളജി ആസ് എ ഹെൽത്ത് വർക്കർ? ഒരു ഹെൽത്ത് വർക്കർ എന്ന നിലയിൽ എന്തുകൊണ്ടാണ് സൈക്കോളജി പഠിക്കണതിന്റെ ഇമ്പോർട്ടൻസ്? അതായിരുന്നു ക്വസ്റ്റ്യൻ. രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സൈക്കോളജിയുടെ ഡെഫിനേഷനും ആ എറ്റിമോളജിക്കലി ആ കാര്യങ്ങളും എഴുതണം. പിന്നെ JB വാട്സന്റെ ബിഹേവിയറിസത്തിനെ കുറിച്ച് എഴുതാം. പിന്നെ ഈ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് സൈക്കോളജി ആസ് എ ഹെൽത്ത് വർക്കർ അതും കൂടി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 മാർക്സ് എളുപ്പമായി വാങ്ങും. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് സൈക്കോളജി ആസ് എ ഹെൽത്ത് വർക്കർ. ടു നോ ഹിംസെൽഫ് ആൻഡ് അതേഴ്സ്. നമ്മളെ കുറിച്ചും ഒരു ഹെൽത്ത് വർക്കറിനെ സ്വയം ഹെൽത്ത് വർക്കറെ കുറിച്ചും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചും അറിയാൻ വേണ്ടിയിട്ട് സൈക്കോളജി അറിയാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നോർമൽ ആൻഡ് അബ്നോർമൽ. നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളും അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ വ്യത്യസ്തപ്പെടുത്താൻ വേണ്ടിയിട്ട് സൈക്കോളജി അറിയണ ഒരാൾക്ക് സാധിക്കും. ടു ഹെൽപ്പ് ടു പ്രൊമോട്ട് മെന്റൽ ഹെൽത്ത് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ്. മാനസികാരോഗ്യം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് എ ഹെൽത്ത് വർക്കർ നിങ്ങളെല്ലാവരും സൊസൈറ്റിയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരായിരിക്കും. അപ്പോൾ സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസിലും ഫാമിലീസിലും മാനസികാരോഗ്യം അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അത് പ്രൊമോട്ട് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും സൈക്കോളജി ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, ക്യാൻ ഹെൽപ്പ് ടു ഇംപ്രൂവ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് വർക്കർ ആൻഡ് കമ്മ്യൂണിറ്റി പീപ്പിൾ ഓർ ബെനിഫിഷ്യറീസ്. കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുന്നതായ കാരണം തന്നെ നമ്മുടെ ക്ലയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിലത്തെ പീപ്പിൾ ആണ്. അപ്പോൾ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ സൈക്കോളജി അറിയണ ഒരു ഹെൽത്ത് വർക്കറിനെ എന്തായാലും ഒരു ഹെൽത്തി റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഹെൽത്തി റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ട്രസ്റ്റും കൂടിയും കിട്ടും. നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ പറയുമ്പോൾ നമ്മൾ പറയണത് അവർക്ക് എടുക്കണം, അവർക്കത് പ്രൊമോട്ട് ചെയ്യണം എന്ന് തോന്നണമെങ്കിൽ നമ്മുടെ പറയണതിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവണം. അത് വിൻ ചെയ്യാൻ നമുക്ക് സൈക്കോളജി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ക്യാൻ ഹെൽപ്പ് ടു ഇംപ്രൂവ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് വർക്കർ ആൻഡ് കമ്മ്യൂണിറ്റി പീപ്പിൾ ഓർ ബെനിഫിഷ്യറീസ്. വിത്ത് ദി നോളജ് ഓഫ് സൈക്കോളജി ഹെൽത്ത് വർക്കർ ആർ ഏബിൾ ടു ഗെറ്റ് ദി ട്രസ്റ്റ് ഓഫ് ദെയർ ക്ലയന്റ്. അങ്ങനെ നമുക്ക് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലയന്റുകൾ ആരായിരുന്നു? നമ്മുടെ ക്ലയന്റ് പബ്ലിക്കാണ്. പബ്ലിക്കിന്റെ ട്രസ്റ്റ് വിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഹെൽത്ത് വർക്കറിൽ ഒരു വിശ്വാസം ഉണ്ടാവും. അത് കാരണമാണ് ഈ സൈക്കോളജിയും സോഷ്യോളജിയും ഒക്കെ നമ്മുടെ DHIC സിലബസിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്യാം. സൈക്കോളജി എന്താണെന്നും വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് സൈക്കോളജി ആസ് എ ഹെൽത്ത് വർക്കർ ആയിരുന്നു ക്വസ്റ്റ്യൻ. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതാണ് ഈ സ്ലൈഡിന്റെ ഇമ്പോർട്ടൻസ്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി. ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജിയിലെ 3 ബ്രാഞ്ചസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യണത്. മെഡിക്കൽ സൈക്കോളജി. മെഡിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ പേര് പറയണ പോലെ തന്നെ ഡീൽസ് വിത്ത് പേഷ്യൻസ് ഫ്രം ഡിസോർഡേഴ്സ് ഓഫ് മൈൻഡ്. മാനസികമായിട്ട് കുഴപ്പമുള്ള ആൾക്കാർ, പേഷ്യൻസിന്റെ അവരുടെ ട്രീറ്റ്മെന്റും ഡയഗ്നോസിസും ഒക്കെ ഡീൽ ചെയ്യണ ബ്രാഞ്ച്, സൈക്കോളജിയുടെ ബ്രാഞ്ചാണ് മെഡിക്കൽ സൈക്കോളജി. മെഡിക്കൽ സൈക്കോളജി. അടുത്തത് സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ ഗ്രൂപ്പ് സൈക്കോളജി. സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ ഗ്രൂപ്പ് സൈക്കോളജി സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ റിലേഷൻ ടു ഹിസ് സോഷ്യൽ എൻവയോൺമെന്റ്. One's behavior as a member of the group, the process of communication and interpersonal relationship,
ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് എക്സെട്ര ആർ സ്റ്റഡിഡ് അണ്ടർ ദിസ് ബ്രാഞ്ച്. അപ്പൊ ആ പേര് സ്റ്റേറ്റ് ചെയ്യണ പോലെ സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ ഗ്രൂപ്പ് സൈക്കോളജി, നമ്മളൊരു ഗ്രൂപ്പിലെ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണത്, അവരുടെ ആ ഗ്രൂപ്പിലുള്ള സമയത്ത് അവരുടെ ബിഹേവിയർ, അവരുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യണതാണ്, അങ്ങനത്തെ ഏരിയാസ് സ്റ്റഡി ചെയ്യണ സൈക്കോളജിയാണ് സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ ഗ്രൂപ്പ് സൈക്കോളജി. ഈ സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ ഗ്രൂപ്പ് സൈക്കോളജി 2 മാർക്കിനെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ ഗ്രൂപ്പ് സൈക്കോളജി ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം. അടുത്തത് ഹെൽത്ത് സൈക്കോളജി. ഹെൽത്ത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ആയിട്ടതും മെന്റൽ ആയിട്ടുള്ള ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനും പ്രിസർവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ഹെൽത്ത് സൈക്കോളജി. ഫിസിക്കലും അതുപോലെ മെന്റൽ ഹെൽത്തും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സൈക്കോളജിയുടെ ബ്രാഞ്ചാണ് ഹെൽത്ത് സൈക്കോളജി. Health psychology. In this branch, the facts, principles, and theories of psychology are used in the task of preservation of physical and mental health of individuals. ഫിസിക്കലും മെന്റൽ ഹെൽത്തും പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈക്കോളജിയുടെ ബ്രാഞ്ചാണ് ഹെൽത്ത് സൈക്കോളജി. അപ്പൊ നമ്മൾ 3 ബ്രാഞ്ചസ് ആണ് ഈ സ്ലൈഡിൽ പഠിച്ചത്. മെഡിക്കൽ സൈക്കോളജി. മെഡിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഡിസോർഡേഴ്സ്, മൈൻഡിന്റെ ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനും അത് ആ ഇൽനെസ് ഡയഗ്നോസിസ് ചെയ്യാനുള്ള ബ്രാഞ്ചാണ് സൈക്കോളജിയുടെ മെഡിക്കൽ സൈക്കോളജി. പിന്നെ സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ ഗ്രൂപ്പ് സൈക്കോളജി, ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ സോഷ്യൽ ബീയിങ് എന്ന രീതിയിൽ അവര് എങ്ങനെ ബിഹേവ് ചെയ്യണു, അവരുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണെന്ന് പഠിക്കുന്ന ബ്രാഞ്ചാണ് സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ ഗ്രൂപ്പ് സൈക്കോളജി. പിന്നെ ഹെൽത്ത് സൈക്കോളജി ഫിസിക്കലും നമ്മുടെ മെന്റലും ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യണ ഒരു ബ്രാഞ്ചാണ് ഹെൽത്ത് സൈക്കോളജി. അതിൽ സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ ഗ്രൂപ്പ് സൈക്കോളജി ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുക. 2 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ്, ഡൈനാമിക്സ് ഓഫ് ബിഹേവിയർ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൈക്കോളജിയാണ്. അപ്പൊ സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പൊ എന്താണ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് ആണ് നമ്മൾ ഡൈനാമിക്സ് ഓഫ് ബിഹേവിയർ എന്നുള്ള കൺസെപ്റ്റിൽ ഡീൽ ചെയ്യണത്. സൈക്കോളജി ഇസ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, ഹൗ പീപ്പിൾ ബിഹേവ് ആൻഡ് വൈ ദേ ബിഹേവ് ദി വേ ദേ ഡു. അത് നമ്മൾ നേരത്തെ കണ്ട ഡെഫിനേഷനാണ്, സൈക്കോളജിയുടെ ഡെഫിനേഷനാണ്. ഹ്യൂമൻ ബിഹേവിയർ ഈസ് ദി റിസൾട്ട് ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഫാക്ടേഴ്സ്. ഹ്യൂമൻ ബീങ്സിന്റെ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കലുമായിട്ടും മെന്റലായിട്ടുള്ള ഓരോ ഫാക്ടറുകൾ ഉണ്ടാവും. ആ ഫാക്ടേഴ്സ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ, കോംപ്ലിക്കേറ്റഡ് വേയിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ വരണ പുറത്തേക്ക് മാനിഫെസ്റ്റ് ചെയ്യണതാണ് നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡീനെ കൺസിഡർ ചെയ്യാം, മെന്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡും. ബോഡിയും മൈൻഡും ഇന്ററാക്ട് ചെയ്യുമ്പോൾ പുറത്തേക്ക് മാനിഫെസ്റ്റ് ചെയ്യണതാണ് ബിഹേവിയർ എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം. ഹ്യൂമൻ ബിഹേവിയർ ഇസ് ദി റിസൾട്ട് ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഫാക്ടേഴ്സ്, ബോഡി ആൻഡ് മൈൻഡ് ഇന്ററാക്ടിങ് ഇൻ എ കോംപ്ലിക്കേറ്റഡ് വേ. പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്തും സൈക്കോളജിയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു തീമാണ് ഹ്യൂമൻ ബിഹേവിയർ. കാരണം കമ്മ്യൂണിറ്റി ഹെൽത്തിൽ എന്താണ് ഹ്യൂമൻ ബിഹേവിയർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഹ്യൂമൻ ബീയിങ്സ് ബിഹേവ് ചെയ്യണ രീതിയും അസുഖങ്ങളും തമ്മിൽ നല്ല ലിങ്ക് ഉണ്ട്. ഇപ്പോൾ ഹ്യൂമന്റെ ബിഹേവിയർ അൺഹെൽത്തി ആണ്, ക്ലെൻലിനെസ് ഒന്നും ഇല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ അങ്ങനെ പകരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ കോളറ, ടൈഫോയിഡ് പോലത്തെ ഒരുപാട് അസുഖങ്ങൾ അൺഹെൽത്തി എന്താണ് ക്ലെൻലിനെസ് ആണെങ്കിൽ പകരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൈക്കോളജിനും കമ്മ്യൂണിറ്റി ഹെൽത്തിനും നമ്മൾ നോക്കുമ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു തീം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിന്റെ ബിഹേവിയർ തന്നെയാണ്. അപ്പൊ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു തീമാണിത്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത്. ഒരു ഇൻഡിവിജ്വലിനെയും കമ്മ്യൂണിറ്റീനെയും വെച്ച് നോക്കുമ്പോൾ അവരുടെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അവരുടെ ഹെൽത്തിനെ റിലേറ്റ് ചെയ്യണത്, അതാണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. നോളജ്. ആദ്യത്തത് നോളജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് ആയിട്ട് അറിവുണ്ട് ഒരു കാര്യത്തിനെ. ഇപ്പൊ ഹൈജീനെ കുറിച്ച് ഒരു അറിവുണ്ടെങ്കിൽ നമുക്ക് ഹൈജീൻ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, നല്ലൊരു ഹൈജീൻ കൊണ്ട് നടക്കാൻ പറ്റും, നല്ല ഹെൽത്തും ഉണ്ടാവും. അപ്പൊ നോളജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്ത് കാര്യത്തിനെ കുറിച്ചിട്ടായാലും നോളജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്ന ഫാക്ടേഴ്സ് ആണ് ബിലീഫ്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമായിരിക്കും, അവര് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ഡിഫറെന്റ് ആയിരിക്കും, അതും ഹെൽത്തിനെ നന്നായി ബാധിക്കുന്നതാണ്. ഫുഡുകളുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ എല്ലാവരും ഓരോ റിലീജിയനും ഓരോ ഫുഡ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പൊ അതും
ചിലപ്പോൾ ന്യൂട്രീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട്. അതാണ് ബിലീഫിൽ പറയുന്നത്. പിന്നെ വാല്യൂസ്, ഫാമിലി മെമ്പേഴ്സ്, ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ എങ്ങനെയാണ് ഫോളോ ചെയ്യണത് അതുപോലെ ആയിരിക്കും നമ്മളും നമ്മൾ ഉള്ള ഫാമിലിയിലത്തെ കാര്യങ്ങളായിരിക്കും നമ്മളും ഫോളോ ചെയ്യുന്നുണ്ടാവുക. അതും ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്യണ ഒരു ഫാക്ടറാണ്. പിന്നെ ഹെൽത്ത് വർക്കേഴ്സിന്റെ ഒരു റോള് കമ്മ്യൂണിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവരെങ്ങനെയാണ് സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസിനായിട്ട് ഇന്ററാക്ട് ചെയ്യണത്, അത് അവരുടെ ബിഹേവിയറിനെ നന്നായി മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഏകദേശം എല്ലാ മേഖലയെ കുറിച്ചിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കും. അത് അവരുടെ ബിഹേവിയറിനെ നന്നായി എഫക്ട് ചെയ്യും ചെയ്യും. പിന്നെ മണി, ടൈം, മെറ്റീരിയൽ, ഓരോ ആറ്റിറ്റ്യൂഡ്, ഓരോ കാര്യങ്ങൾക്കുള്ള ആറ്റിറ്റ്യൂഡ്, സ്കില്ല്, ഇതൊക്കെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റീനെയും ഇൻഡിവിജ്വലിനെയും ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യണ കുറച്ച് ഫാക്ടേഴ്സ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല ഏരിയന്ന്. പക്ഷെ ഡൈനാമിക്സ് ഓഫ് ബിഹേവിയർ എന്ന് ചോദിക്കുമ്പോൾ ബിഹേവിയറിന്റെ ആ കാര്യങ്ങൾ ഫിസിക്കലും മെന്റൽ ഫാക്ടേഴ്സും കോംപ്ലിക്കേറ്റഡ് വേയിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ വരണതാണ് ബിഹേവിയർ എന്ന് ആ സ്ലൈഡിൽ നോട്ട് ചെയ്ത് വെക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണത് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് പബ്ലിക് ഹെൽത്ത്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹ്യൂമൻ ബിഹേവിയറും പബ്ലിക്കിന്റെ ഹെൽത്തും തമ്മിൽ നല്ല റിലേഷൻ ഉണ്ടെന്ന്. 3 ടൈപ്പ് ബിഹേവിയർ ആണ് നമുക്ക് പറയാനുള്ളത്. ഹെൽത്ത് ബിഹേവിയർ, ഇൽനെസ് ബിഹേവിയർ, ട്രീറ്റ്മെന്റ് ബിഹേവിയർ. അപ്പൊ ഡൈനാമിക്സ് ഓഫ് ബിഹേവിയർ എന്നുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നേരത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ട ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതണം. പിന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് ഈ ഹെൽത്ത് ബിഹേവിയർ, ഇൽനെസ് ബിഹേവിയർ, ട്രീറ്റ്മെന്റ് ബിഹേവിയർ എന്നുള്ള 3 ടൈപ്പ് ബിഹേവിയേഴ്സ്. ആദ്യത്തേത് ഹെൽത്ത് ബിഹേവിയർ. ഹെൽത്ത് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ടിവിറ്റീസ് എന്തൊക്കെ നമ്മൾ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ ചെയ്യുന്നു, ഒരു ഡിസീസ് വരാതിരിക്കാൻ വേണ്ടി ചെയ്യണു, അത് നമ്മുടെ ഒരു ഹെൽത്ത് ബിഹേവിയർ ആണെന്ന് പറയാം. നമ്മളിപ്പോ എന്ത് ചെയ്താലും നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യണ എന്ത് കാര്യം, ഡിസീസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണ എന്ത് കാര്യം ഹെൽത്ത് ബിഹേവിയർ ആണ്. ഹെൽത്ത് നമ്മുടെ പെർഫെക്റ്റ് ആവണം, അതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളത് ചെയ്യണ്ടാവുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്നും ബ്രഷ് ചെയ്യുന്നുണ്ട്, ടീത്ത് ബ്രഷ് ചെയ്യുന്നു, ട്വൈസ് എ ഡേ നമ്മൾ ടീത്ത് ബ്രഷ് ചെയ്യുന്നു, അത് നമ്മുടെ ഓറൽ ഹൈജീൻ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതുപോലെ യൂസിങ് ഓഫ് കോണ്ടം ടു പ്രിവെന്റ് സെക്ഷലി ട്രാൻസ്മിറ്റബിൾ ഡിസീസസ്, അതും ഇമ്പോർട്ടന്റ് ആണ്. വെയറിംഗ് സീറ്റ് ബെൽറ്റ് ടു പ്രിവെന്റ് ഇഞ്ചുറീസ് ഡ്യൂറിങ് ആൻ ആക്സിഡന്റ് വരുമ്പോൾ ഇഞ്ചുറീസ് വരാതിരിക്കാൻ നമ്മളൊരു പ്രിക്കോഷൻ എന്ന രീതിയിൽ നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നു. അതും എന്താണ്, നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മൾക്ക് ഹെൽത്ത് മെയിൻറ്റെയിനും ചെയ്യാനും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടി ചെയ്യണ, നമുക്ക് ഡിസീസ് വരാതിരിക്കാനും നമുക്ക് ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടി ചെയ്യണ ഒരു ബിഹേവിയറിനെ പറയുന്നതാണ് ഹെൽത്ത് ബിഹേവിയർ. അതിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് പെർഫെക്റ്റ് ആയിരിക്കണം, നമുക്ക് ഡിസീസ് ഒന്നും വരാൻ പാടില്ല. ഹെൽത്ത് ബിഹേവിയർ റെഫേഴ്സ് ടു ആക്ടിവിറ്റീസ് പീപ്പിൾ അണ്ടർടേക്ക് ടു അവോയ്ഡ് ഡിസീസസ്. എക്സാമ്പിൾ, ഡെയിലി ബ്രഷിംഗ് ഓഫ് ടീത്ത്, നോൺ സ്മോക്കിംഗ്, സ്മോക്ക് ചെയ്യാതിരിക്കുക, condom use, using seat belt, etc. In short, positive modification of human behavior may have positive impact on health. നമ്മൾ പോസിറ്റീവായ രീതിയിൽ നമ്മുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഹെൽത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് തന്നെയാണ് ഉണ്ടാവുക. ഈ എക്സാമ്പിൾസും കൂടി നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പഠിക്കണം കേട്ടോ. എക്സാമ്പിൾസും കൂടി ഒപ്പം എഴുതണം, എന്നാലാണ് മാർക്ക് അതിൽ കയറുള്ളൂ. ഹെൽത്ത് ബിഹേവിയർ എന്താന്ന് എഴുതുക, സ്റ്റേറ്റ് ചെയ്യുക, അതിന്റെ എക്സാമ്പിൾസ് കൂടി എഴുതുക. അതിപ്പോ ഡെയിലി ബ്രഷിംഗ് ഓഫ് ടീത്ത് ടു പ്രൊമോട്ട് ഓറൽ ഹൈജീൻ, അങ്ങനെ സ്റ്റേറ്റ് ചെയ്തിട്ട് എഴുതാൻ നോക്കുക. നെക്സ്റ്റ്, ഇൽനെസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമുക്കൊരു അസുഖം വരുമ്പോൾ സിംറ്റംസിനെ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യണത്. ഒരു ഇൻഡിവിജ്വല് അവരുടെ ബോഡിയിൽ സിംറ്റംസ് കാണിക്കുമ്പോൾ അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യണത്, അതാണ് ഇൽനെസ് ബിഹേവിയർ. ചിലപ്പോ പൊതുവെ നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്, സിംറ്റംസ് കാണിക്കുമ്പോൾ ഒന്നുവെച്ചാൽ അത് മാറുന്നു വെച്ചിട്ട് നമ്മൾ അവിടെ ഇരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കാന്ന് വെച്ചിട്ട് നമ്മൾ മാറ്റി വെക്കും. അത് മോർ കോംപ്ലിക്കേറ്റഡ് ആക്കാണ് ഡിസീസിനെ. അതാണ് ഇൽനെസ് ബിഹേവിയർ. ഇറ്റ് റെഫേഴ്സ് ടു ഹൗ പീപ്പിൾ റിയാക്ട് ടു സിംറ്റംസ്. ജനറലി പീപ്പിൾ ഹു ഡിറ്റക്ട് സിംറ്റംസ് വിൽ വെയിറ്റ് ടു സീ ഇഫ് ദി സിംറ്റംസ് പെർസിസ്റ്റ് ഓർ വേഴ്സൺ. പിന്നെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ സിംറ്റംസ് പോവാതെ പെർസിസ്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കൺസൾട്ടേഷൻ എടുക്കണേക്കാളും മുമ്പ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അഡ്വൈസ് എടുക്കാനാണ് നമ്മൾ പോവുള്ളൂ. അത് എങ്ങനെയാണ് ഒരു പേഷ്യന്റ്
ഒരു സിംറ്റംസിനെ റിയാക്ട് ചെയ്യണത് അതിനെ പറയണതാണ് ഇൽനെസ് ബിഹേവിയർ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ സെന്റൻസ് നോട്ട് ചെയ്യുക. ഇറ്റ് റെഫേഴ്സ് ടു ഹൗ പീപ്പിൾ റിയാക്ട് ടു സിംറ്റംസ്. Generally, people who detect symptoms will wait to see if the symptoms persist or worsen. If the symptoms continue, the affected person may ask somebody for advice before medical consultation. Next, treatment behavior. ട്രീറ്റ്മെന്റും ബിഹേവിയർ ആ പേര് പറയണ പോലെ നമുക്കൊരു ഡിസീസ് വന്നു, നമ്മളത് ഡയഗ്നോസ് ചെയ്തു, നമ്മളത് മാറ്റിയിട്ട് നമ്മുടെ ഹെൽത്ത് പണ്ടത്തെ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ട്രീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഹെൽത്ത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണ ബിഹേവിയറിനെ പറയുന്നതാണ് ട്രീറ്റ്മെന്റ് ബിഹേവിയർ. നമുക്കൊരു എന്തെങ്കിലും അസുഖം വന്നു, പനി വന്നു, നമ്മൾ വേഗം തന്നെ മെഡിക്കൽ കൺസൾട്ടേഷൻ എടുത്തു, പ്രിസ്ക്രിപ്ഷൻസ് പറയണ പോലെ ടാബ്ലറ്റ് പറയുന്ന രീതിയിൽ കഴിച്ചു, എന്നിട്ട് നമ്മുടെ ഹെൽത്ത് വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ നോക്കുകയാണ് ചെയ്യണത്. ആ ബിഹേവിയറിനെ പറയുന്നതാണ് ട്രീറ്റ്മെന്റ് ബിഹേവിയർ. ഇറ്റ് റെഫേഴ്സ് ടു ദോസ് ആക്ടിവിറ്റീസ് യൂസ്ഡ് ടു ക്യൂർ ഡിസീസസ് ആൻഡ് റീസ്റ്റോർ ഹെൽത്ത്. എക്സാമ്പിൾ, ഡയഗ്നോസിസ് ആൻഡ് ടെസ്റ്റിംഗ്, ടേക്കിംഗ് മെഡിക്കേഷൻ ആസ് ഡയറക്റ്റഡ് ബൈ ദി ഫിസിഷ്യൻ. അപ്പോൾ അസുഖം വരുന്നു, നമ്മളത് ട്രീറ്റ് ചെയ്തിട്ട് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് നമ്മുടെ ഹെൽത്ത് പണ്ടത്തെ പോലെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ചെയ്യണത്. ആ ബിഹേവിയറിനെ പറയുന്നതാണ് ട്രീറ്റ്മെന്റ് ബിഹേവിയർ. അപ്പോൾ ഈ സ്ലൈഡിൽ 3 ടൈപ്പ് ബിഹേവിയർ ആണ് നമ്മൾ കണ്ടത്. ഹെൽത്ത് ബിഹേവിയർ, ഇൽനെസ് ബിഹേവിയർ, ട്രീറ്റ്മെന്റ് ബിഹേവിയർ. ഹെൽത്ത് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്ത് നമ്മൾ ചെയ്താലും അതൊരു ഹെൽത്ത് ബിഹേവിയർ ആയി. നമുക്ക് അസുഖം വരാതിരിക്കാനും നമ്മൾ വെൽബീയിങ്ങിൽ ഇരിക്കാനും ചെയ്യണ ബിഹേവിയർ ആണ് ഹെൽത്ത് ബിഹേവിയർ. ഇൽനെസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സിംറ്റംസിനെ റിയാക്ട് ചെയ്യണത്, അത് ഇൽനെസ് ബിഹേവിയർ. ട്രീറ്റ്മെന്റ് ബിഹേവിയർ, നമ്മൾ ഡയഗ്നോസ് ചെയ്യണു, ട്രീറ്റ് ചെയ്യുന്നു, പണ്ടത്തെ പോലെ ഹെൽത്ത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി നോക്കുന്നു, അത് ട്രീറ്റ്മെന്റ് ബിഹേവിയർ. ഇതാണ് 3 ടൈപ്പ് ബിഹേവിയർ. അപ്പോൾ ഡൈനാമിക്സ് ഓഫ് ബിഹേവിയർ വന്ന ഈ ഒരു സ്ലൈഡും കൂടിയും ഇൻക്ലൂഡ് ചെയ്യുക 5 മാർക്കിൽ. അടുത്തതാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ബിഹേവിയർ. സ്റ്റിമുലസ് റെസ്പോൺസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എല്ലാ ബിഹേവിയറും എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റിമുലസിനുള്ള റെസ്പോൺസ് ആയിരിക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് വരുമ്പോൾ ഹ്യൂമൻ ബീങ്സ് കൊടുക്കുന്ന റെസ്പോൺസ് ആണ് ബിഹേവിയർ ആയിട്ട് റിഫ്ലക്ട് ചെയ്യണത്. ഓൾ ബിഹേവിയർ ആർ പ്രൈമർലി റെസ്പോൺസസ് ടു സ്റ്റിമുലസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അതറിയാം. എ ചൈൽഡ് സീസ് എ ഡോഗ് റീച്ചിങ് ടുവേർഡ്സ് ഹിം ആൻഡ് സ്റ്റാർട്ട്സ് റണ്ണിങ് അവേ. Here, the sight of dog running towards him is the stimulus and running away is the response. ഒരു കുട്ടി ഒരു ഡോഗ് ആ കുട്ടിയുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യണത് കാണുകയാണ്, അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ കുട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പൊ ആ ഡോഗ് വരണതാണ് അവിടുത്തെ സ്റ്റിമുലസ്. അതിനെ എതിരെ ആ കുട്ടി റിയാക്ട് ചെയ്യണം, ആ കുട്ടി റെസ്പോണ്ട് ചെയ്തതാണ് റണ്ണിങ് അവേ. അത് അവിടെ ബിഹേവിയർ ആയി മാറുകയാണ്. ആ റെസ്പോൺസ് ആണ് അവിടുത്തെ ബിഹേവിയർ. അപ്പൊ എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് ഉണ്ടാവുമ്പോൾ അതിന് കൊടുക്കുന്ന റെസ്പോൺസ് ആണ് ബിഹേവിയറിന് കാരണമാണത്. എല്ലാ ബിഹേവിയറും ആ ഒരു രീതിയിലാണ്. അപ്പോൾ സ്റ്റിമുലസ് റെസ്പോൺസ് ബോണ്ടാണ് ബിഹേവിയറിന് കാരണമാണത്. ഇതാണ് അവിടെ എഴുതിയേക്കുന്നത്. സ്റ്റിമുലസ് റെസ്പോൺസ് ബോണ്ട് ഈക്വൽ ടു ബിഹേവിയർ. സ്റ്റിമുലസ് ഉണ്ടാവുന്നു, ആ സ്റ്റിമുലസിനെ എങ്ങനെങ്കിലും ഒരു റെസ്പോൺസ് കൊടുക്കണു, അത് ബിഹേവിയറിന് കാരണമാവും. 3 ടൈപ്പ് റെസ്പോൺസസ് ആണ് ഉള്ളത്. ആ റെസ്പോൺസസ് വിത്ത് എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്പോൺസസ് വിത്ത് എക്സാമ്പിൾ തന്നെ ചോദിക്കാറുണ്ട്. 1 മാർക്കിന് അത് കാണാറുണ്ട്, റെസ്പോൺസസിന്റെ എക്സാമ്പിളോട് കൂടിയിട്ട് തന്നെ. ഫിസിക്കൽ റെസ്പോൺസ് ആ എങ്ങനെയാണ് നമ്മൾ ഫിസിക്കലി എന്തെങ്കിലും ചെയ്യണത്, ഇപ്പൊ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുക, സ്കില്ല് നമ്മൾ കാണിക്കുക, അതൊക്കെ ഫിസിക്കൽ റെസ്പോൺസസിൽ വരുന്നതാണ്. ഓർഗാനിക് റെസ്പോൺസസിൽ കൂടുതൽ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, ടെൻഷൻ, അതൊക്കെ റിഫ്ലക്ട് ചെയ്യണതാണ് ഓർഗാനിക് റെസ്പോൺസ്. ഇമോഷൻസ്, ഫീലിങ്സ്, ടെൻഷൻസ് അതൊക്കെ നമുക്ക് ഓർഗാനിക് റെസ്പോൺസിൽ പറയാം. ഇന്റലക്ച്വൽ റെസ്പോൺസസ് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് റെസ്പോൺസസ് എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടി ഹയർ ലെവലാണ്. നമ്മൾ ഇത്തിരി നോളജ് യൂസ് ചെയ്തിട്ട് ചെയ്യണത്, ഒന്ന് തിങ്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം സോൾവ് ചെയ്യുക, റീസണിങ് ചെയ്യുക, പെർസീവ് ചെയ്ത് റെഡിയാക്കുക, അങ്ങനത്തെ ഇതാണ് ഇന്റലക്ച്വൽ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് റെസ്പോൺസസിൽ വരുന്നത്. അപ്പൊ 3 ടൈപ്പ് റെസ്പോൺസസ് ആണ് ഉള്ളത്. ഫിസിക്കൽ റെസ്പോൺസ്, ഓർഗാനിക് റെസ്പോൺസ്, ഇന്റലക്ച്വൽ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് റെസ്പോൺസ്. എക്സാമ്പിൾ നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റിമുലസ് റെസ്പോൺസ് ബിഹേവിയർ ആണ്. എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് വരുമ്പോൾ അതിന് കൊടുക്കുന്ന റെസ്പോൺസ് ആണ് ബിഹേവിയർ ആയിട്ട് റിഫ്ലക്ട് ചെയ്യണത്.
അതാണ് സ്റ്റിമുലസ്, റെസ്പോൺസ്, ബോണ്ട് ഈക്വൽ ടു ബിഹേവിയർ. 3 ടൈപ്പ് റെസ്പോൺസസ് ആണുള്ളത്. ഫിസിക്കൽ റെസ്പോൺസ്, പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നമ്മൾ ഫിസിക്കലി ചെയ്യണ കാര്യങ്ങൾ. ഓർഗാനിക് റെസ്പോൺസ് കൂടുതൽ നമ്മുടെ ഇമോഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇന്റലക്ച്വൽ റെസ്പോൺസ് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ തിങ്കിങ് ആലോചിക്കുക, റീസണിങ് ചെയ്യണ കാര്യങ്ങൾ, ഇന്റലക്ച്വൽ ആയിട്ട് ചെയ്യണ കാര്യങ്ങളാണ് ഇന്റലക്ച്വൽ റെസ്പോൺസസിൽ വരണത്. നെക്സ്റ്റ് കെ എ പി അസസ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. കെ.എ.പി അസസ്മെന്റ് നമ്മൾ മെയിൻ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സോഷ്യോളജിയിൽ പഠിക്കും. കെ.എ.പിയുടെ അബ്രിവേഷൻസും മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കെ.എ.പിയുടെ അബ്രിവേഷൻ കാണാറുണ്ട്. 1 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കെ.എ.പിയുടെ അബ്രിവേഷൻ. കെ എന്ന് പറഞ്ഞാൽ നോളജ്, എ ആറ്റിറ്റ്യൂഡ്, പി പ്രാക്ടീസ്. അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നമ്മളിപ്പോ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു പബ്ലിക്കിന് നമ്മൾ നോളജ് ഡെലിവറി ആണ് ചെയ്യണത്. അങ്ങനെ നോളജ് ഡെലിവറി ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും കുറിച്ച് ഒരു മിസ്ബിലീഫ് ഉണ്ടെങ്കിൽ ആ ആറ്റിറ്റ്യൂഡ് അവിടെ മാറും. ആ ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് അവര് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുന്നത് അത് അവർ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതിനെ പറയുന്നതാണ് കെ.എ.പി. നോളജ് കൊടുക്കുന്നു, ആറ്റിറ്റ്യൂഡ് മാറ്റുന്നു, അവര് അത് പ്രാക്ടീസ് ചെയ്യുന്നു. അതാണ് കെ.എ.പി. ഓക്കെ. അപ്പൊ അബ്രിവേഷൻ ചോദിക്കാറുണ്ട്. കെ.എ.പി നോളജ്, ആറ്റിറ്റ്യൂഡ്, പ്രാക്ടീസ് ആണ് കെ.എ.പിയുടെ അബ്രിവേഷൻ. നെക്സ്റ്റ് നമ്മൾ ലേണിംഗ് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സസിൽ നമ്മൾ എടുക്കും. പക്ഷെ ലേണിംഗിന്റെ ഒരു ഡെഫിനേഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്, അത് ഇപ്പൊ തന്നെ പഠിക്കുക. ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഇറ്റ് ഈസ് എ റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ഓഫ് ആൻ ഓർഗാനിസം ഓർ ഇൻഡിവിജ്വൽ. നമ്മുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് നമ്മുടെ ബിഹേവിയറിന് മാറ്റം വരുത്തുക ചെയ്യണ ഒരു പ്രോസസ്സാണ് ലേണിംഗ്. ഒരാളുടെ ബിഹേവിയർ മൗൾഡ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഈ ലേണിംഗ് പ്രോസസ്സിലൂടെയാണ്. നമ്മളിപ്പോ ഹെൽത്ത് എഡ്യൂക്കേഷൻ തന്നെ എടുക്കാം. ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ഒരു ഹെൽത്ത് ബിഹേവിയർ ആണ് ആൾക്കാർക്ക് ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ലേണിംഗ് പ്രോസസ്സാണ് നടക്കുന്നത്. ഹെൽത്ത് ബിഹേവിയർ അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യാണ് പറഞ്ഞു കൊടുത്ത് ലേണിംഗ് പ്രോസസ്സിലൂടെ. അപ്പൊ ഹ്യൂമൻ ബിഹേവിയർ ഇസ് അക്വയർഡ് ത്രൂ എ പ്രോസസ് ഓഫ് ലേണിംഗ്. ലേണിംഗിലൂടെയാണ് നമ്മൾ ഹ്യൂമൻ ബിഹേവിയർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പൊ ലേണിംഗിന്റെ ഡെഫിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ലേണിംഗിന്റെ ഡെഫിനേഷൻ പഠിക്കണം. ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ. നമ്മൾ നമ്മുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് തന്നെ നമ്മുടെ ബിഹേവിയറിന് മാറ്റം വരുത്തുന്ന പ്രോസസ്സാണ് ലേണിംഗ്. ബിഹേവിയർ പറയണത് ലേണിംഗ് പ്രോസസ്സിലൂടെ മൗൾഡ് ചെയ്തെടുക്കണ ഒന്നാണ്. പിന്നെ 3 ടൈപ്പ് ലേണിംഗ് ആണുള്ളത്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. PSC ലെവലിലായാലും ഇത് 1 വേർഡിലായാലും ഇത് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. 1 മാർക്ക്. ടൈപ്പ് ഓഫ് ലേണിംഗ് വിത്ത് എക്സാമ്പിൾ. ആ ബ്രാക്കറ്റിൽ എഴുതിയതും ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. കൊഗ്നിറ്റീവ് ലേണിംഗ് നേരത്തെ നമ്മൾ കൊഗ്നിറ്റീവ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ റെസ്പോൺസ് പഠിച്ചു. അതുപോലെ കൊഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോളജ് യൂസ് ചെയ്തിട്ട് ചെയ്യണത്. ഇന്റലക്ച്വൽ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണ ലേണിംഗ്, അതിനെ കൊഗ്നിറ്റീവ് ലേണിംഗ് അല്ലെങ്കിൽ നോളജ് യൂസ് ചെയ്യണതാണ്. നോളജ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവിടെ നടക്കുന്നത് എന്താണ്? കൊഗ്നിറ്റീവ് ലേണിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ കൊഗ്നിറ്റീവ് നോളജ് അങ്ങനെ പഠിക്കുക. കൊഗ്നിറ്റീവ് നോളജ്. നെക്സ്റ്റ് അഫക്റ്റീവ് ലേണിംഗ് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തുന്നതാണ് അഫക്റ്റീവ് ലേണിംഗ്. അപ്പൊ എ അങ്ങനെ വെച്ചിട്ട് പഠിക്കുക. അഫക്റ്റീവ് ലേണിംഗ്, ആറ്റിറ്റ്യൂഡ്. അടുത്തത് സൈക്കോമോട്ടർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്കോമോട്ടോർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണ കാര്യങ്ങളെ റിലേറ്റ് ചെയ്യുക. സൈക്കോമോട്ടർ ആയിട്ട് എന്തെങ്കിലും സ്കില്ലോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യിപ്പിക്കണതോ ഒക്കെയാണ് സൈക്കോമോട്ടോർ ലേണിംഗിൽ വരിക. നമ്മൾ എന്തെങ്കിലും ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് ചെയ്യാണ്. നേരത്തെ നമ്മൾ കെ.എ.പി പറഞ്ഞില്ലേ, ആ ഒരു ഐഡിയ ആണ് ഇതിലേക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. കൊഗ്നിറ്റീവ് ലേണിംഗിൽ നമ്മൾ നോളജ് കൊടുക്കുന്നു. അഫക്റ്റീവ് ലേണിംഗ് ആറ്റിറ്റ്യൂഡ് മാറ്റണു. സൈക്കോമോട്ടോർ ലേണിംഗിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യിപ്പിക്കണം. ഓക്കെ. അപ്പൊ അതാണ് 3 ടൈപ്പ് ലേണിംഗ്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ലേണിംഗിന്റെ ഡെഫിനേഷനും 3 ടൈപ്പ് ഓഫ് ലേണിംഗ് നമുക്ക് 2 മാർക്ക് ചോദിക്കാറുണ്ട്. 2 മാർക്ക് ചോദിക്കുമ്പോൾ ലേണിംഗിന്റെ ഡെഫിനേഷനും ഈ 3 ടൈപ്പ് ഓഫ് ലേണിംഗും വിത്ത് എക്സാമ്പിൾ എഴുതുക. ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ 3 ടൈപ്പ് ലേണിംഗ് വെല്ലായിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്.
A layman in the reproductive age group may have knowledge about the family planning methods, and he may not be against the principle of family planning, but he may be unwilling to accept it. ഒരു സാധാരണ ലേമാൻ എന്ന് പറഞ്ഞ ഒരു സാധാരണ ആള് ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു സാധാരണ വ്യക്തിക്ക് ഫാമിലി പ്ലാനിങ് മെത്തേഡ്സിനെ കുറിച്ച് നോളജ് ഉണ്ടായിരിക്കാം. അവിടെ നോളജ് ഉണ്ട്. ആൻഡ് ഹി മേ നോട്ട് ബി അഗെയിൻസ്റ്റ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഫാമിലി പ്ലാനിങ്. ഫാമിലി പ്ലാനിങ് കൺസെപ്റ്റിന് എതിരല്ല, ആറ്റിറ്റ്യൂഡും ഓക്കെയാണ്. പക്ഷെ ഹീസ് അൺവില്ലിങ് ടു പ്രാക്ടീസ് ഇറ്റ്. ആളത് പ്രാക്ടീസ് ചെയ്യണില്ല. അപ്പൊ അവിടെ സൈക്കോമോട്ടർ ലേണിംഗ് അവിടെ ഫെയിൽ ആയി. അപ്പൊ പ്രാക്ടീസും കൂടി ചെയ്യുകയാണെങ്കിൽ സൈക്കോമോട്ടർ ലേണിംഗ് അവിടെ നടന്നിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പൊ 3 ടൈപ്പ് ലേണിങ്ങും വെല്ലായിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് അത്. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്. നെക്സ്റ്റ് ഒരു കുഞ്ഞ ടോപ്പിക്കാണ് അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റ് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? ഹ്യൂമൻ ലൈഫ് ഈസ് ബേസിക്കലി ആൻ അഡ്ജസ്റ്റ്മെന്റ്. ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോണതാണ് ഹ്യൂമൻ ലൈഫ്. ബിഹേവിയർ ഇസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ അഡ്ജസ്റ്റ്മെന്റ് ടു മീറ്റ് ദി നീഡ്സ് ഓഫ് എ സിറ്റുവേഷൻ. ബിഹേവിയർ എന്ന് പറഞ്ഞാലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഓരോ നീഡുകളും നമുക്ക് പറ്റുന്ന രീതിയിൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബിഹേവിയറിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഓരോ സിറ്റുവേഷനിൽ. ഇപ്പൊ എന്തെങ്കിലും നീഡ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, നമ്മുടെ ബിഹേവിയർ മാറും. അപ്പോ ബിഹേവിയർ ഈസ് ഓൾസോ ആൻ അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിഹേവിയർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പൊ എന്തെങ്കിലും നീഡ് മീറ്റ് ചെയ്തില്ലെങ്കിൽ ആ ബിഹേവിയറിനെ മാറ്റം വരും, നമ്മൾ വിചാരിച്ച നീഡ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. അപ്പൊ അത് എക്സാമ്പിൾ പറഞ്ഞാൽ അറിയാം. ഫോർ എക്സാമ്പിൾ, വെൻ ആൻ ഇൻഡിവിജ്വൽ ഡസ് നോട്ട് സക്സീഡ് ഇൻ സംതിങ് ദർ ആർ സെവറൽ വേസ് ഹി ഓർ ഷീ ക്യാൻ റിയാക്ട്. ഇപ്പൊ വിചാരിച്ച ഒരു മേഖലയിൽ വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരാള് അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും റിയാക്ട് ചെയ്യാം. അയാൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അയാളുടെ ബിഹേവിയർ പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്യാം. ഒന്നുവെച്ചാൽ ലൂസിങ് ടെമ്പർ ആൻഡ് കംപ്ലൈനിങ് ടു എവ്രി വൺ. ദേഷ്യപ്പെട്ട എല്ലാവരോടും കംപ്ലൈന്റ് ചെയ്ത് നടക്കാം. ഐസൊലേറ്റിംഗ് വൺ സെൽഫ് ഫോർ സിംപ്ലി അവോയ്ഡിങ് ഫേസിങ് അതേഴ്സ്. ആരെയും ഫേസ് ചെയ്യാതെ ഒറ്റപ്പെട്ട് നിൽക്കാം. മേക്കിംഗ് എക്സ്ക്യൂസസ് ഫോർ ദി ഫെയിലിയർ. ഫെയിലിയറിന് കാരണങ്ങൾ കണ്ടുപിടിക്കാം, എക്സ്ക്യൂസസ് കൊടുക്കാം. ആക്സെപ്റ്റിംഗ് ദി ഫെയിലിയർ വിത്ത് ഗുഡ് ഗ്രേസ് ആൻഡ് മേക്കിംഗ് അമെൻസ് ബൈ ചേഞ്ചിങ് ഹിസ് ബിഹേവിയർ. അതൊരു നല്ല കാര്യമാണ്. നമ്മൾ ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്തിട്ട് എവിടെയാണ് പാളിച്ച വന്നത് അവിടെ മാറ്റം വരുത്തി നമ്മുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്ത് നെക്സ്റ്റ് ടൈം നമ്മൾ അത് വരാതെ നോക്കുക. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ബിഹേവിയർ ഒരു നീഡ് മീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരാൾ റിയാക്ട് ചെയ്യാന്നാണ് എക്സാമ്പിളിലൂടെ പറയുന്നത്. അപ്പൊ ബേസിക്കലി അറിയേണ്ടത് ബിഹേവിയറും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ നീഡുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിഹേവിയറിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് 2 മാർക്കിന് വരുമ്പോൾ ഇത്ര എഴുതിയാൽ മതിയാവും. ഈ മറ്റേ വിത്ത് എക്സാമ്പിൾ എഴുതണം 2 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് അൺകോൺഷ്യസ് ബിഹേവിയർ ആണ്. അൺകോൺഷ്യസ് ബിഹേവിയർ ആ പേര് പറയണ പോലെ തന്നെ കോൺഷ്യസോടെ ചെയ്യണ കാര്യങ്ങളല്ല അൺകോൺഷ്യസ് ബിഹേവിയർ. നമ്മൾ കോൺഷ്യസ് അല്ലാതെ ചെയ്തു പോണതാണ് അൺകോൺഷ്യസ് ബിഹേവിയർ. അതിപ്പോ ഒരു എക്സാമ്പിളിലൂടെയാണ് ഇപ്പൊ ആ സെന്റൻസോടെ എഴുതിയേക്കുന്നത്. ദർ ഇസ് ഓൾസോ എ ബിഹേവിയർ ഓഫ് എൻ ഇൻഡിവിജ്വൽ which is not conscious. Normally, people may try to forget certain unpleasant experience or things and remain pleasantly unconscious about them. നമുക്ക് അൺപ്ലസന്റ് ആയിട്ട് തോന്നുന്ന മെമ്മറീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അൺകോൺഷ്യസ്ലി തന്നെ നമ്മൾ മറക്കാൻ വേണ്ടി നമ്മൾ മറന്നുകൊണ്ടിരിക്കും. അവിടെ മറവി നടക്കണത് അൺകോൺഷ്യസ് ആയിട്ട് തന്നെ അവിടെ മറവി നടക്കുകയാണ്. അങ്ങനെ നമ്മൾ പ്ലസന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അൺപ്ലസന്റ് ആയിട്ടുള്ള മെമ്മറീസ് നമ്മൾ മറക്കുകയാണ്. അത് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ നെർവസ്, നമ്മൾ ടെൻഷൻ വരുമ്പോ ഹാബിറ്റ് ആയിട്ട് നമ്മൾ നെയിൽ കടിക്കുക, ചിലർ നെയിൽ കടിക്കും. അത് അൺകോൺഷ്യസ് ആയിട്ട് ആ ടെൻഷൻ അവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്ന ഒരു ബിഹേവിയർ ആയി മാറും. അതിനെയാണ് അൺകോൺഷ്യസ് ബിഹേവിയർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. നമ്മൾ കോൺഷ്യസ് അല്ലാതെ നമ്മൾ ചെയ്യണ ബിഹേവിയർ ആണ് അൺകോൺഷ്യസ് ബിഹേവിയർ. ഈ സ്ലൈഡില് അഡ്ജസ്റ്റ്മെന്റ് 2 മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. അഡ്ജസ്റ്റ്മെന്റ്. നെക്സ്റ്റ് 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കോസസ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിനെ എഫക്ട് ചെയ്യേ, ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യണ ഫാക്ടേഴ്സ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കോസസ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ബിഹേവിയർ. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ബിഹേവിയർ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ബിഹേവിയറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുക. ബിഹേവിയർ, സ്റ്റിമുലസ്, എന്തെങ്കിലും ഒരു സ്റ്റിമുലസിനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണതാണ് ബിഹേവിയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുക.
പിന്നെ ഈ ഫാക്ടേഴ്സ് 5 പോയിന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ഇൻട്രൊഡക്ഷൻ പാര കൊടുത്തിട്ടാണ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി തുടങ്ങേണ്ടത്. വേഗം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എൻവയോൺമെന്റൽ സ്റ്റിമുലൈ. Environmental stimuli, sight, smell, touch, etc., reach the cerebral cortex through the nerve impulses. The information received is assembled and evaluated. By another set of impulses, the cerebral cortex orders the behavior of individual. This is known as conscious behavior. നമ്മൾ കാണുന്നതും കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അനാട്ടമിക് ബേസിസ് ആണ്. നെർവ് ഇമ്പൾസ് വഴി നമ്മുടെ ബ്രെയിനിലേക്ക് പോകണം. ബ്രെയിനിൽ സെറിബ്രൽ കോർട്ടെക്സിലെ ആ ഇൻഫോർമേഷൻസ് അസംബിൾ ചെയ്തിട്ട് നമ്മുടെ ബ്രെയിൻ ബോഡീനെ ഓർഡർ ചെയ്യാണ്, ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഇത് അതിനെ പറയുന്നതാണ് കോൺഷ്യസ് ബിഹേവിയർ. നമ്മുടെ ബ്രെയിൻ ഓർഡർ ചെയ്യുന്നത് നമ്മുടെ ബോഡി ചെയ്യാണ്. നേരത്തെ പറഞ്ഞ പോലെ അൺകോൺഷ്യസ് അല്ല. അതിനെ പറയുന്നതാണ് കോൺഷ്യസ് ബിഹേവിയർ. അപ്പൊ എൻവയോൺമെന്റൽ സ്റ്റിമുലൈ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബിഹേവിയറിനെ ഡിറ്റർമൈൻ ചെയ്യുമെന്ന് ഓർത്ത് വെക്കുക. ഇതാണ് എൻവയോൺമെന്റൽ സ്റ്റിമുലൈ. നെക്സ്റ്റ്, ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. ഇമോഷൻസ് ആർ സ്ട്രോങ് ഫീലിംഗ് ഓഫ് ദി ഹോൾ ഓർഗാനിസം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ചോദിക്കാറുണ്ട്. ഇമോഷൻസ് ഡാഷ് ആർ ദി സ്ട്രോങ് ഫീലിംഗ്സ് ഓഫ് ദി ഹോൾ ഓർഗാനിസം. വൺ വേർഡ് ആയിട്ടും നെയിം ദി ഫോളോയിങ്ങിലും വരാറുണ്ട്. ഡാഷ് ആർ ദി സ്ട്രോങ് ഫീലിംഗ് ഓഫ് ദി ഹോൾ ഓർഗാനിസം. ഇമോഷൻസ് ഒരു ഇൻഡിവിജ്വലിന്റെ സ്ട്രോങ് ഫീലിംഗ് ആണ് ഇമോഷൻ. ആ ഇമോഷൻ ബേസിസ് നമ്മുടെ ബിഹേവിയർ മാറാം. ഹാപ്പി ആണെങ്കിൽ നമ്മുടെ ബിഹേവിയർ വേറെ ആയിരിക്കും. എന്നാൽ ആ സിറ്റുവേഷനിൽ തന്നെ സാഡ് ആയിട്ടുള്ള ഇരിക്കുകയാണെങ്കിൽ ആ ബിഹേവിയർ വേറെ ആയിരിക്കും. അതാണ് ഇമോഷൻസും ഫീലിങ്സും നമ്മുടെ ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബിഹേവിയർ ഇസ് ദി ഓവർട്ട് മാനിഫെസ്റ്റേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ വിച്ച് ഈസ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. ഫീലിങ്സിനെയും ഇമോഷൻസിനെയും ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ബിഹേവിയർ. പിന്നെ അടുത്തത് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതും ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ദി സീറ്റ് ഓഫ് പ്രൈമറി ഇമോഷൻസ് സച്ച് ആസ് ആംഗർ, ജോയ്, ഹങ്കർ ഈസ് തലാമസ് ഇൻ ദി ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലെ പല പല പാർട്സ് ഉണ്ട്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹിൻഡ് ബ്രെയിൻ. അതിൽ ഫോർ ബ്രെയിനിൽ വരുന്ന തലാമസ് ആണ് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യണത് എന്നാണ് പറയുന്നത്. അതും വൺ വേർഡ് ആയി വരാൻ ചാൻസ് ഉണ്ട്, കണ്ടിട്ടില്ല, എന്നാലും നോട്ട് ചെയ്യാം. സീറ്റ് ഓഫ് പ്രൈമറി ഇമോഷൻസ് ഈസ് തലാമസ് ഇൻ ദി ബ്രെയിൻ. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡില് നമ്മൾ 2 ഫാക്ടേഴ്സ് ആണ് പഠിച്ചത്, എൻവയോൺമെന്റൽ സ്റ്റിമുലൈയും ഇമോഷൻസ് ആൻഡ് ഫീലിങ്സും. അതിൽ വൺ വേർഡ് ചോദിക്കാൻ സാധ്യത ഉള്ളത് ഡാഷ് ആർ സ്ട്രോങ് ഫീലിങ്സ് ഓഫ് ദി ഹോൾ ഓർഗാനിസംസ്. ഇമോഷൻസ്. ഓക്കെ, തേർഡ് പോയിന്റ് നീഡ്സ്. നീഡ്സ് നേരത്തെ നമ്മൾ പറഞ്ഞു. നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്, അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ബിഹേവിയർ. ആ നീഡ് മീറ്റ് ചെയ്തില്ലെങ്കിൽ ബിഹേവിയറിനെ അത് എഫക്ട് ചെയ്യും. അപ്പോൾ an individual's behavior is also influenced by his needs. The term needs, wants, desires and urges are used synonymously. നമ്മൾ നീഡിന്റെ പകരം യൂസ് ചെയ്യുന്ന വാക്കുകളാണ് വാണ്ട്, ഡിസയേഴ്സ്, urges. നമ്മുടെ ഡിസയർ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീഡിന്റെ സിനോണിമസ് ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ് നീഡും വാണ്ടും ഡിസയറും അർജസും ഒക്കെ. അപ്പൊ നീഡും ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് ആണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ ഇമ്പോർട്ടൻറ്റ് സെന്റൻസ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാറുണ്ട് മോട്ടിവേഷൻ. 2 മാർക്കിന് ചോദിക്കാറുണ്ട്. മോട്ടിവേഷൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സസിൽ പറയും. അപ്പോൾ ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. മോട്ടിവേഷൻ ഈസ് ആൻ ഇന്നർ ഫോഴ്സ് ദാറ്റ് ഡ്രൈവ്സ് ആൻ ഇൻഡിവിജ്വൽ ടു സർട്ടൻ ആക്ഷൻസ് ആൻഡ് ഡിറ്റർമൈൻസ് ഹ്യൂമൻ ബിഹേവിയർ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോഴ്സ് ആണ്, നമ്മളെ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഫോഴ്സ് ആണ് മോട്ടിവേഷൻ. പോസിറ്റീവ് മോട്ടിവേഷൻസ് ഉണ്ടാവും. അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, നമ്മുടെ ബിഹേവിയർ മാറും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NSV, നോൺ സ്കാൽപ്പൽ വാസക്ടമി, മെയിൽ സ്റ്റെറിലൈസേഷൻ ടെക്നിക്കാണ്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ മെയിൽസ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇൻസെന്റീവ്സ് കിട്ടണം എന്നുള്ള രീതിയിൽ അത് ചെയ്യണവരുണ്ട്. അപ്പൊ അവിടെ ഒരു റിവാർഡ് എന്ന രീതിയിൽ ഒരു മോട്ടിവേഷൻ ആണ് അവിടെ കൊടുക്കുന്നത്. എന്നിട്ട് അവരുടെ ബിഹേവിയർ അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ മോട്ടിവേഷൻ ആ കാര്യത്തിൽ ഒരു നല്ല കാര്യമാണ്. അപ്പൊ മോട്ടിവേഷൻ ഈസ് ആൻ ഇന്നർ ഫോഴ്സ് ദാറ്റ് ഡ്രൈവ്സ് ആൻ ഇൻഡിവിജ്വൽ ടു സർട്ടൻ ആക്ഷൻ. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് വരാം. ഡാഷ് ഈസ് ആൻ ഇന്നർ ഫോഴ്സ് ദാറ്റ് ഡ്രൈവ്സ് ആൻ ഇൻഡിവിജ്വൽ ടു സർട്ടൻ ആക്ഷൻസ്. മോട്ടിവേഷൻ കൊടുത്ത് അങ്ങനെ നമുക്ക് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ഇന്റലക്ച്വൽ പെർസെപ്ഷൻ.
ഇന്റലക്ച്വൽ പെർസെപ്ഷൻ നേരത്തെ പഠിച്ച പോലെ തിങ്കിങ്ങും റീസണിങ്ങും ഒക്കെ വഴി നമുക്ക് ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, an individual's intellectual perception, thinking and reasoning can influence one's behavior in a situation. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പെരുമാറുന്ന രീതി, നമ്മൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്റലക്ച്വൽ പെർസെപ്ഷനിൽ വരും. അപ്പോൾ അഞ്ച് ഫാക്ടേഴ്സ് ആണ് നമുക്ക് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യണത്. എൻവയോൺമെന്റൽ സ്റ്റിമുലൈ, ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്, നീഡ്സ്, മോട്ടിവേഷൻ, ഇന്റലക്ച്വൽ പെർസെപ്ഷൻ. ഇപ്പോൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. കോസസ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ബിഹേവിയർ. നെക്സ്റ്റ് ഇമോഷൻസ്. ഇമോഷൻസിനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇമോഷൻസ്. ആൻ ഇമോഷൻ ഈസ് എ സ്ട്രോങ് ഫീലിംഗ് ഓഫ് ദി ഹോൾ ഓർഗാനിസം. വീണ്ടും സെന്റൻസ് വന്നിട്ടുണ്ട്, അപ്പൊ അത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആൻ ഇമോഷൻ ഈസ് എ സ്ട്രോങ് ഫീലിംഗ് ഓഫ് ദി ഹോൾ ഓർഗാനിസം. ഇമോഷൻസ് ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നതാണ്. ചിലപ്പോൾ അത് കുറച്ച് നേരത്തേക്ക് നിന്നിട്ട് പോവാം, ചിലപ്പോൾ അത് കുറെ നേരം നിന്നൊരു മൂഡായി മാറാം. ഇമോഷൻസ് വരുമ്പോൾ നമുക്ക് ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും കുറെ ചേഞ്ചസ് വരും അല്ലെ. എക്സ്റ്റേണൽ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻ വഴിയൊക്കെ വേഗം മനസ്സിലാക്കാൻ പറ്റും. അയാള് മൂഡ് ഓഫ് ആണോ ഹാപ്പി ആണോ എന്നൊക്കെ നമുക്ക് എക്സ്റ്റേണൽ എക്സ്പ്രഷൻസ് വഴി, നമുക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ് വഴി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ചേഞ്ചസ് അങ്ങനെ കാണാൻ പറ്റും. ഇന്റേണൽ ആയിട്ട് ചേഞ്ചസ് വരുമ്പോൾ എന്തൊക്കെയാണ്? ഹാർട്ട് ബീറ്റ് കൂടും, റെസ്പിറേറ്ററി റേറ്റ് കൂടും, BP കൂടും, ടെൻഷൻ, പെയിൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇമോഷൻസ് വരുമ്പോൾ ഉണ്ടാവുന്ന ഇന്റേണൽ ചേഞ്ചസ്. അപ്പോൾ ജസ്റ്റ് ഒരു ഇമോഷനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ആൻ ഇമോഷൻ ഈസ് എ സ്ട്രോങ് ഫീലിംഗ് ഓഫ് ദി ഹോൾ ഓർഗാനിസം. ആൻ ഇമോഷൻ അറൈസസ് സഡൻലി ആസ് എ റിയാക്ഷൻ ടു സം സിറ്റുവേഷൻ and then dies slowly or remains as a mood. It is characterized by internal and external changes in the human beings. External changes are apparent and seen easily by others. നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും external changes. By the facial expression, we can understand whether the person is angry, happy, depressed, or elevated. While internal changes due to emotions are psychological, such as rapid pulse, increased BP, increased respiratory rate, pain, ടെൻഷൻ, എക്സെട്ര. അതൊക്കെയാണ് നമുക്ക് ഇമോഷൻസ് കാരണം വരുന്ന ഇന്റേണൽ ചേഞ്ചസ്. ഇമോഷൻസ് 2 മാർക്ക് ചോദിക്കാറുണ്ട്. നമുക്ക് ഇനി ഇമോഷൻസിൽ പോസിറ്റീവ് ഇമോഷനും നെഗറ്റീവ് ഇമോഷനും പഠിക്കണം. അപ്പൊ ഇമോഷൻസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ കണ്ടത്. നെക്സ്റ്റ് നമുക്ക് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇമോഷൻസ് നോക്കാം. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇമോഷൻസ് എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. 2 മാർക്കിനും ചോദിക്കാറുണ്ട്. 2 മാർക്കിന് ചോദിക്കുമ്പോൾ ഇമോഷൻസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇമോഷൻസ് എഴുതാൻ നോക്കുക. ആദ്യം തന്നെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇമോഷൻസ് എഴുതണ്ട. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ 2 സെന്റൻസ് എങ്കിലും മിനിമം എഴുതാൻ വേണ്ടി നോക്കണം. ഓക്കെ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇമോഷൻസ്. നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അൺപ്ലസന്റ് ഫീലിംഗ് തരണത്, നമ്മുടെ മൈൻഡിന് ഒരു അൺപ്ലസന്റ് ഫീലിംഗ് തരണതാണ് നെഗറ്റീവ് ഇമോഷൻസ്. സച്ച് ആസ് ആങ്കർ, ഫിയർ, ജലസി, സോറോ, എക്സെട്ര. ദേഷ്യം വരിക, ഫിയർ, വിഷമം വരിക, ഇതൊക്കെയാണ് നെഗറ്റീവ് ഇമോഷൻസ്, നമ്മുടെ മൈൻഡിന് അൺപ്ലസന്റ് ഫീലിംഗ് തരുന്നത്. പോസിറ്റീവ് ഇമോഷൻസ് ആർ ദോസ് ഗീവ് അസ് എ പ്ലസന്റ് ഫീലിംഗ് സച്ച് ആസ് ജോയ്, ലവ്, എക്സെട്ര. നമുക്കൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, ഒരു നല്ല പ്ലസന്റ് ഫീലിംഗ് തരണതിനെ പറയുന്നതാണ് പോസിറ്റീവ് ഇമോഷൻസ്. അതിന്റെ എക്സാമ്പിളും കൂടിയും എഴുതുക. എക്സാമ്പിൾസും സ്റ്റേറ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ജോയ്, ലവ്, അതൊക്കെയാണ് പോസിറ്റീവ് ഇമോഷൻസ്. നെക്സ്റ്റ് സം സ്പെസിഫിക് ഇമോഷൻസ്. ഇത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫിയർ, ആങ്കർ, ആൻസൈറ്റി. അതിൽ ഫിയർ it is the most common emotion of man, such as fear of dark, fear of sickness, death, etc. ഫിയർ എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇമോഷനാണ് ഫിയർ. ആ ഫിയർ നമ്മുടെ കൺട്രോളിലല്ല, എക്സാജറേറ്റഡ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ വേറെ ടേമാണ് യൂസ് ചെയ്യുക. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫിയർ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. നെക്സ്റ്റ് ആങ്കർ. ഇറ്റ് ഈസ് ദ ബേസിക് ഇമോഷൻ ഓഫ് മാൻ. It is an offensive type of reaction and may act as a destructive force. If it is not controlled, it will impel a person even to commit murder. അത് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് എന്ത്? ആങ്കർ. ആങ്കർ എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് ആണ്, ദേഷ്യം. അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇറ്റ് മേ ഈവൻ വയലൻസിലേക്ക് പോവാം, മർഡറിലേക്കൊക്കെ പോവാം. നെക്സ്റ്റ് ആൻസൈറ്റി.
ആൻസൈറ്റി ആൻസൈറ്റി എല്ലാവരും ആൻഷ്യസ് ആവുമ്പോഴുള്ള കുറച്ച് സിംറ്റംസ് ആണ് അതിൽ എഴുതിയേക്കുന്നത്. ഇറ്റ് മേ മാനിഫെസ്റ്റ് ഇൻ സിംറ്റംസ് സച്ച് ആസ് റാപ്പിഡ് പൾസ് ആൻഡ് ബ്രീത്തിങ്, ഫ്ലഷിംഗ് ട്രിമേഴ്സ്, ഡ്രൈ മൗത്ത്, സ്വെറ്റിംഗ്, നൗസിയ എക്സെട്ര. ആൻസൈറ്റി ലീഡ്സ് ടു ടെൻഷൻ ആൻഡ് ടെൻഷൻ ടു പെയിൻ. ആൻസൈറ്റി കാരണം ടെൻഷൻ ഉണ്ടാവും, ടെൻഷൻ കാരണം നമ്മളുടെ ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ പെയിൻ ഉള്ള പോലെയൊക്കെ തോന്നും. അപ്പോൾ അതാണ് ആൻസൈറ്റി. ആൻസൈറ്റി വരുമ്പോൾ നമുക്ക് പൾസ് കൂടും, ബ്രീത്തിങ് റേറ്റ് കൂടും. ഫ്ലഷിംഗ് ട്രിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീക്കൊക്കെ റെഡ് കളറിലാവാൻ ചാൻസ് ഉണ്ട്. ചീക്കൊക്കെ റെഡ് കളറിലാവണേനെ പറയുന്നതാണ് ഫ്ലഷിംഗ് ട്രിമേഴ്സ്. പിന്നെ മൗത്ത് ഡ്രൈ ആവുക, സ്വെറ്റ് ചെയ്യുക, ബോഡി വോമിറ്റ് ചെയ്യാൻ വരിക, നൗസിയ, വോമിറ്റ് ചെയ്യാൻ വരിക, ഇതൊക്കെയാണ് ആൻസൈറ്റിയുടെ സിംറ്റംസ്. നെക്സ്റ്റ്, ലവ്. ഇറ്റ് ഈസ് എ ഫീലിംഗ് ഓഫ് അറ്റാച്ച്മെന്റ് ടു എ പേഴ്സൺ. ഒരു അറ്റാച്ച്മെന്റിനെ പറയുന്നതാണ് ലവ്. നെക്സ്റ്റ്, ഫോബിയ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഫോബിയ ആണ് വൺ വേർഡ് ആയിട്ട് ചോദിക്കാറ്. ഇറ്റ് ഈസ് എൻ എക്സാജറേറ്റഡ് ഓർ അൺനെസസറി ഫിയർ. നേരത്തെ നമ്മൾ ഫിയർ പറഞ്ഞു. ഫിയർ ഒന്നും കൂടി എക്സാജറേറ്റ് ചെയ്യുക, ഒന്നും കൂടി കൂടുതൽ നോർമലിനേക്കാളും അൺനെസസറി ആയിട്ടുള്ള ഫിയറിനെ പറയുന്നതാണ് ഫോബിയ. ഓക്കെ, അത് കൂടുതൽ മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരിലാണ് ഈ ഫോബിയാസ് കണ്ടുവരിക. ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞ ഫിയർ ഓഫ് വാട്ടർ. ഫോട്ടോഫോബിയ എന്ന് പറഞ്ഞ ഫിയർ ഓഫ് ലൈറ്റ്. ഈ ഹൈഡ്രോഫോബിയ ഒക്കെ നമുക്ക് റാബിസിന്റെ സ്റ്റേജസിൽ കാണാൻ പറ്റുന്നതാണ്. റാബീസിൽ നമുക്ക് ഹൈഡ്രോഫോബിയ, എയറോഫോബിയ അതൊക്കെ കാണാറുണ്ട്. അതൊക്കെ റാബിസിന്റെ ഒരു സിംറ്റം ആണ്. ഫിയർ ഓഫ് വാട്ടർ ആണ് ഹൈഡ്രോഫോബിയ, ഫിയർ ഓഫ് ലൈറ്റ് ആണ് ഫോട്ടോഫോബിയ. ഇപ്പൊ ഫോബിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺനെസസറി, ആവശ്യമില്ലാത്തൊരു കൂടുതൽ നോർമലിനേക്കാളും കൂടുതൽ എക്സ്പ്രസ് ചെയ്യണ ഒരു ടൈപ്പ് ഫിയർ ആണ് ഫോബിയ. അൺനെസസറി അല്ലെങ്കിൽ എക്സാജറേറ്റഡ് ഫിയർ. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാറുണ്ട്, നെയിം ദി ഫോളോയിങ്ങിലും വരാറുണ്ട്. നെക്സ്റ്റ്, സൈക്കോസൊമാറ്റിക് ഡിസീസ്. സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ആയിട്ട് നമുക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്സും ആൻസൈറ്റിയും കാരണം, നമ്മൾക്ക് ഇന്റേണൽ ആയിട്ട് വരുന്ന സ്ട്രെസ്സും ആൻസൈറ്റിയും കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസീസ് ഉണ്ടാവണതിനെ പറയുന്നതാണ് സൈക്കോസൊമാറ്റിക് ഡിസീസ്. സൈക്കോസൊമാറ്റിക് ഡിസീസ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വിത്ത് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് എളുപ്പമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സൈക്കോസൊമാറ്റിക് ഡിസീസ്. There is a group of disease known as psychosomatic disease where mind acting on body. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിഷമം, സ്ട്രെസ്, ആൻസൈറ്റി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഡിസീസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യണതാണ് സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയാ. അതിന്റെ ഹൈപ്പർ ടെൻഷൻ, ചിലവർക്ക് ടെൻഷൻ ഹൈപ്പർ ടെൻഷൻ ആയിട്ട് വരാത്, അല്ലെങ്കിൽ അൾസേഴ്സ്, പെപ്റ്റിക് അൾസർ, സ്റ്റൊമക്കില് അൾസേഴ്സ് വരിക, ആസ്മ, ആൻസൈറ്റി ഒക്കെ കാരണം ആസ്മ വരിക, അൾസറേറ്റീവ് കോളൈറ്റിസ്, നമ്മുടെ കോളനിലെ അൾസേഴ്സ് വരിക. ഇതൊക്കെ ഇമോഷണൽ സ്ട്രെസ് കാരണം ഒരു ഡിസീസിലേക്ക് കാരണമാവുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് സൈക്കോസൊമാറ്റിക് ഡിസീസ്. ഇമോഷണൽ സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന ഡിസീസ് ആണെന്ന് ആലോചിക്കുക. ഇമോഷണൽ സ്ട്രെസ് കാരണം ഒരു ഡിസീസിലേക്ക് കാരണമാവുന്നതിന് പറയുന്നതാണ് സൈക്കോസൊമാറ്റിക് ഡിസീസ്. എക്സാമ്പിൾസ് നോട്ട് ചെയ്യുക: ഹൈപ്പർ ടെൻഷൻ, പെപ്റ്റിക് അൾസേഴ്സ്, അൾസറേറ്റീവ് കോളൈറ്റിസ്, ആസ്മ. നമ്മുടെ കോളനിലൊക്കെ അൾസേഴ്സ് വരുന്നതിനാണ് അൾസറേറ്റീവ് കോളൈറ്റിസ്. അപ്പോൾ എക്സാമ്പിൾസോടെ കൂടിയിട്ട് എഴുതുക. അതാണ് സൈക്കോസൊമാറ്റിക് ഡിസീസ്. ഇമോഷണൽ സ്ട്രെസ് കാരണം ഡിസീസ് ആവുക. നെക്സ്റ്റ് കുറച്ച് അബ്രിവേഷൻസ് ആണ്. അബ്രിവേഷൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് അബ്രിവേഷൻസ്. ഫസ്റ്റ് വണ് ECT. ECT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പിയാണ്. ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. അബ്രിവേഷൻസ് എഴുതുമ്പോൾ നമ്മൾ സ്പെല്ലിങ് ശ്രദ്ധിക്കണം. സ്പെല്ലിങ്ങും അതുപോലെ ഈ ഇലക്ട്രോ കൺവൾസസ് അങ്ങനെയൊക്കെ എസ് ആവശ്യമില്ലാത്തടത്തൊന്നും എസ് വരരുത്, മാർക്ക് പോവും. അബ്രിവേഷൻസ് എഴുതുമ്പോൾ സ്പെല്ലിങ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി, ECT. ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരിലെ പേഷ്യൻസിലെ ബ്രെയിനിലേക്ക് കരണ്ട് കടത്തിവിട്ടിട്ട് സീഷേഴ്സ് ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്കാണ്, ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആണ് ECT, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. ഈ അബ്രിവേഷൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. നോട്ട് ചെയ്തിട്ട് അബ്രിവേഷൻസ് മിക്കവാറും എഴുതി പഠിക്കുക. ഓക്കെ, ECT, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. നെക്സ്റ്റ് നിംഹാൻസ്. നിംഹാൻസ് കേട്ടിട്ടുണ്ടാവും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ് ആണ്.
നിംഹാൻസ്. നിംഹാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെന്റൽ ഹെൽത്തിന്റെയും ന്യൂറോ സയൻസസിന്റെയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നിംഹാൻസ്. അത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരാണ്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നിംഹാൻസ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ്. നെക്സ്റ്റ് വിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിക്സ് പ്രോഗ്രാം നമ്മൾ വീക്കിലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. വീക്കിലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ. അയൺ ഫോളിക് ആസിഡ് എന്താണ് മാൽ ന്യൂട്രീഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീക്കിലി കുട്ടികൾക്ക് അയൺ ഫോളിക് കൊടുക്കണ ഇതിന് പ്രോഗ്രാമാണ് വിക്സ് പ്രോഗ്രാം. വീക്കിലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ. നെക്സ്റ്റ് KAP നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നോളജ് ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. അപ്പൊ ഇത്ര 4 അബ്രിവേഷൻസ് ആണ് നമുക്കുള്ളത്. ECT, നിംഹാൻസ്, വിക്സ്, KAP. ഇനി അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി. മോഡേൺ സൈക്കോളജിയുടെ ഫാദർ സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മോഡേൺ സൈക്കോളജിയുടെ ഫാദർ. ഏതെങ്കിലും ഒരു ഫാദറിനെ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആവും. എന്നുവെച്ചാൽ മോഡേൺ പഠിക്കുക, അല്ലെങ്കിൽ വെറും സൈക്കോളജിയുടെ ഫാദറിനെ പഠിക്കുക. ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ആൻസർ. നെക്സ്റ്റ്, അതർ നെയിം ഓഫ് ഗ്രൂപ്പ് ബിഹേവിയർ. അതർ നെയിം ഓഫ് ഗ്രൂപ്പ് ബിഹേവിയർ സോഷ്യൽ ബിഹേവിയർ ആണ് ആൻസർ. സോഷ്യൽ ബിഹേവിയർ. അതർ നെയിം ഓഫ് ഗ്രൂപ്പ് ബിഹേവിയർ ആണ് സോഷ്യൽ ബിഹേവിയർ. Third question, the term behavior was popularized by. The term behavior was popularized by J.B. Watson. C ആണ് ആൻസർ. J.B. Watson. J.B. Watson ആണ് ബിഹേവിയർ എന്നുള്ള ടേം പോപ്പുലറൈസ് ചെയ്തത്. ബിഹേവിയറിസം, വാട്സണിസം എന്നൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ആ പേര് നോട്ട് ചെയ്യാം. J.B. Watson. നെക്സ്റ്റ്, ഫാദർ ഓഫ് സൈക്കോളജി. വെറും സൈക്കോളജി ആണ്. ഫാദർ ഓഫ് സൈക്കോളജി. ക്വസ്റ്റ്യൻ കറക്റ്റ് വായിച്ചിട്ട് ആൻസർ ചെയ്യുക. ഫാദർ ഓഫ് സൈക്കോളജി വില്യം വുഡിന്റ്. ഫാദർ ഓഫ് സൈക്കോളജി വില്യം വുഡിന്റ്. എ ആണ് ആൻസർ. വില്യം വുഡിന്റ്. നെക്സ്റ്റ്, ഡാഷ് ബിഹേവിയർ റെഫേഴ്സ് ടു ഹൗ പീപ്പിൾ റിയാക്ട് ടു സിംറ്റംസ്. ഡാഷ് ബിഹേവിയർ റെഫേഴ്സ് ടു ഹൗ പീപ്പിൾ റിയാക്ട് ടു സിംറ്റംസ്. ഇൽനെസ് ബിഹേവിയർ ആണ്. എങ്ങനെയാണ് പീപ്പിൾ സിംറ്റംസിനെ റിയാക്ട് ചെയ്യണത് എന്ന് പറയുന്നത് ഇൽനെസ് ബിഹേവിയർ ആണ്. ഇൽനെസ് ബിഹേവിയർ. ആൻസർ ബി. നെക്സ്റ്റ്, ഡാഷ് ഈസ് എക്സാജറേറ്റഡ് ഫിയർ. എക്സാജറേറ്റ് ചെയ്തിട്ട് വരണ ഫിയറിനെ പറയുന്നതാണ് ഫോബിയ. ഫോബിയ. ഡാഷ് ഈസ് എക്സാജറേറ്റഡ് ഫിയർ. ഫോബിയ. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, പ്രൈമറി സീറ്റ് ഓഫ് ഇമോഷൻസ്. പ്രൈമറി സീറ്റ് ഓഫ് ഇമോഷൻസ് നമ്മുടെ ബ്രെയിനിലെ ഫോർ ബ്രെയിനിൽ വരുന്ന തലാമസ്. ഓപ്ഷൻ സി ആണ്. തലാമസ്. പ്രൈമറി സീറ്റ് ഓഫ് ഇമോഷൻസ് തലാമസ്. ഇപ്പൊ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതും എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ബിഹേവിയർ? ബിഹേവിയറിന്റെ ഡെഫിനേഷൻ 2 മാർക്ക് ചോദിക്കുമ്പോൾ 2 സെന്റൻസ് വരണ രീതിയിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. 2 സെന്റൻസ് വരണം, എന്നാലാണ് 2 മാർക്കുകൾ നമുക്ക് കിട്ടുള്ളൂ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ. വാട്ട് ഈസ് ബിഹേവിയർ? ഡിഫൈൻ സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ ഗ്രൂപ്പ് സൈക്കോളജി. ഡിഫൈൻ ട്രീറ്റ്മെന്റ് ബിഹേവിയർ. നമ്മൾ ട്രീറ്റ്മെന്റ് ബിഹേവിയർ ഡിസ്കസ് ചെയ്താണ്. ഡിഫൈൻ ഇൽനെസ് ബിഹേവിയർ. ഇൽനെസ് ബിഹേവിയർ സിംറ്റംസിന് റിയാക്ട് ചെയ്യണത്. വിത്ത് എക്സാമ്പിൾ എഴുതാൻ ശ്രദ്ധിക്കുക. ട്രീറ്റ്മെന്റ് ബിഹേവിയറും ഇൽനെസ് ബിഹേവിയറും ഒക്കെ വരുമ്പോൾ. നെക്സ്റ്റ്, വാട്ട് ഈസ് ലേണിംഗ്? ലേണിംഗിന്റെ ഡെഫിനേഷൻ എഴുതണം. 3 ടൈപ്പ് ലേണിംഗ് എഴുതണം. വിത്ത് എക്സാമ്പിൾ 3 ടൈപ്പ് ലേണിംഗ്. വാട്ട് ഈസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമോഷൻസ്? അപ്പോൾ ഇമോഷൻ ഈസ് ദി സ്ട്രോങ് ഫീലിംഗ് ഓഫ് ദി ഹോൾ ഓർഗാനിസം എന്നുള്ള ഒരു ഡെഫിനേഷൻ കൊടുക്കുക. പോസിറ്റീവ് ഇമോഷനും നെഗറ്റീവ് ഇമോഷനും എന്താന്ന് എഴുതുക. പ്ലസന്റ് ഫീലിംഗ് തരണത് പോസിറ്റീവ് ഇമോഷൻ, എക്സാമ്പിൾ എഴുതുക. അൺപ്ലസന്റ് ഫീലിംഗ് തരണത് നെഗറ്റീവ് ഇമോഷൻ, എക്സാമ്പിൾ എഴുതുക. സൈക്കോസോമാറ്റിക് ഡിസീസ്. സൈക്കോസോമാറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇമോഷണൽ സ്ട്രെസ് കാരണം ഉണ്ടാവണ
ഡിസീസുകളെ പറയുന്നതാണ് സൈക്കോസൊമാറ്റിക് ഡിസീസ്, അൾസറേറ്റീവ് കോളൈറ്റിസ്, ആസ്മ, ഇതൊക്കെയാണ് എക്സാമ്പിൾ. നെക്സ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ. ഡിഫൈൻ സൈക്കോളജി ആൻഡ് വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് സൈക്കോളജി ആസ് എ ഹെൽത്ത് വർക്കർ. നമ്മൾ തുടക്കത്തിൽ സൈക്കോളജിയുടെ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ സൈക്കോളജി എന്താന്ന് എഴുതുക, സൈക്കോളജിയുടെ ഡെഫിനേഷൻ എഴുതുക. സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, ഹൗ പീപ്പിൾ ബിഹേവ് ആൻഡ് വൈ ദേ ബിഹേവ് ദി വേ ദേ ഡു. പിന്നെ സൈക്കോളജി എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് 2 ഗ്രീക്ക് വേർഡ് എന്നാണ് പറയാ, സൈക്കി ആൻഡ് ലോജിയ, വിച്ച് മീൻസ് സോൾ ആൻഡ് സയൻസ്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് സൈക്കോളജി ആസ് എ ഹെൽത്ത് വർക്കർ, ആ 5 പോയിന്റും എഴുതാം. അപ്പോൾ 5 മാർക്ക് കിട്ടും. നെക്സ്റ്റ് ഡിഫൈൻ ഡൈനാമിക്സ് ഓഫ് ബിഹേവിയർ. ഡൈനാമിക്സ് ഓഫ് ബിഹേവിയറിൽ നമ്മൾ ബിഹേവിയറിന്റെ ഡെഫിനേഷനും എഴുതുക. ഫിസിക്കലും മെന്റലും ഫാക്ടേഴ്സ് കോംപ്ലിക്കേറ്റഡ് വേയിൽ ഇന്ററാക്ട് ചെയ്യണതാണ് ബിഹേവിയർ. പിന്നെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്റ്റിമുലസിന് ഇൻഡിവിജ്വൽ കൊടുക്കുന്ന റെസ്പോൺസ് ആണെന്ന് എഴുതുക. ടേം ബിഹേവിയർ പോപ്പുലറൈസ്ഡ് ബൈ JB വാട്സൺ, ആ കാര്യമൊക്കെ എഴുതാം. പിന്നെ 3 ടൈപ്പ് ബിഹേവിയർ സ്റ്റേറ്റ് ചെയ്യുക. ഇൽനെസ് ബിഹേവിയറും ട്രീറ്റ്മെന്റ് ബിഹേവിയറും ഹെൽത്ത് ബിഹേവിയറും വിത്ത് എക്സാമ്പിൾ അതും എഴുതുക. അപ്പോൾ ഡിഫൈൻ ഡൈനാമിക്സ് ഓഫ് ബിഹേവിയറിന് 5 മാർക്സ് സ്കോർ ചെയ്യാം. നെക്സ്റ്റ് കോസസ് ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹ്യൂമൻ ബിഹേവിയർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും ഇൻട്രൊഡക്ഷനിൽ ബിഹേവിയറിനെ കുറിച്ച് എഴുതിയിട്ട് മാത്രം കോസസ് ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ബിഹേവിയർ എഴുതുക. 5 പോയിന്റ്. ഓക്കെ, അപ്പോൾ 5 മാർക്സ് നമുക്ക് എളുപ്പമായിട്ട് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.